അഭിനയിക്കാൻ അറിയാവൂ. മമ്മൂട്ടിയോ മോഹൻലാലോ രാജു ആവേശം ചെയ്ത് ശരിയായെന്ന് പറഞ്ഞാൽ ഞാൻ ശിരസാ വഹിക്കും ആ അഭിപ്രായം. അങ്ങനെ ഒരു ഗോപാല വേഷം മാത്രം ചെയ്യുന്ന ഒരു നടനാണ് പൃഥ്വിരാജെന്ന് ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ല. എൻ്റെ കുഞ്ഞിനെ അവൻ ഇത്രയും പരസ്യമായിട്ട് മൈക്കിൻ രൂപ ഇത് പറഞ്ഞില്ലേ? സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒപ്പം കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. ഒരു 6 മാസത്തിനുള്ളിൽ ഞാൻ പിന്നെ കാണുന്നത് കേരളം മുഴുവൻ ഇവനെ കോമാളത്തെ വിളിച്ചുകൊണ്ട് സർവത്ര. അതാണ് ദൈവശിക്ഷ. ആ സ്ത്രീ അവളെ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചോടെ വെച്ചിട്ടുണ്ട്. പ്രസവിച്ചു പോയി 2 കഴി അരി ഇടിച്ചു വെച്ചു. എന്തുകൊണ്ട് പ്രസവം കഴിഞ്ഞ് നേരെ പോയി ഇടിച്ചെന്നു? 21 അദ്ദേഹത്തിന്റെ ഭാര്യ അങ്ങനെ ഇട്ടോന്ന് എനിക്കറിയില്ല. പണ്ട് കാലത്ത് സ്ത്രീകൾ അങ്ങനെ ചെയ്തു എന്നാണ് അദ്ദേഹം പരാമർശിക്കുന്നത്. അത്രേ ഉള്ളൂ. അതിന് കൂടുതലൊന്നും ഞാൻ പറയണ്ടല്ലോ. അത്രേ അറിവ് പുള്ളി. ഒരു പരിധി വരെ ഈ വലിയ നേതാക്കന്മാർക്ക് ചീത്ത വാങ്ങിച്ചു കൊടുക്കുന്നത് മുഴുവനും അണികളാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം അണികൾക്ക് കേൾക്കുമ്പോൾ സൂചിച്ചൊന്നും വരില്ല. ഇപ്പം ഇന്നലെ തന്നെ പുതിയ മുഖ്യമന്ത്രി എടുത്തപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ. ഇതൊക്കെ പ്രാവർത്തികമാകട്ടെ എന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശനോട് അപേക്ഷിക്കുകയാണ്. അത് ഈ തടസ്സങ്ങളെന്ന് പറയുന്നതൊക്കെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വരുന്നത്, അല്ലാതെ അവർ പേഴ്സണലി ഉണ്ടാക്കുന്നതല്ല. ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി സഖാവ് ശ്രീ പിണറായി വിജയനെ കടന്ന് കുറ്റം പറയുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്തുകൊണ്ടവർ നേരത്തെ പറയാത്തത്? ഇനി നിങ്ങളുടെ കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് വേവലാതി വേണ്ടേ വേണ്ട. എല്ലാ സിലബസുകളിലും ഇനി മുതൽ ഓൺലൈൻ ട്യൂഷൻ നൽകാൻ ഗാർഡിയൻ ട്യൂട്ടർ. പഠിക്കുന്ന കാര്യത്തിൽ ഇനി മുതൽ നിങ്ങളുടെ കുട്ടി കൂടുതൽ കോൺഫിഡന്റ് ആയിരിക്കും. ഗാർഡിയൻ ട്യൂട്ടർ ഓൺലൈൻ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. മലയാളികൾ സ്വന്തം കുടുംബാംഗത്തെ പോലെ കാണുന്ന ഒരാൾ. കഴിഞ്ഞ 5 പതിറ്റാണ്ടായി മലയാളം സിനിമാ രംഗത്തും ടെലിവിഷൻ രംഗത്തും തിളങ്ങി നിൽക്കുന്ന മല്ലിക സുകുമാരനാണ് ഇന്ന് നമ്മുടെ കൂടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ബിഹൈൻഡ് ദ സീനിലുള്ളത്. മല്ലികാമ്മ നമസ്കാരം. നമസ്കാരം. എൻ്റെ ഷോയില് ആദ്യമായിട്ട് മല്ലികാമ്മ വരാന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ഈ മൈൽ സ്റ്റോണിന് വേണ്ടി 2 പ്രാവശ്യമൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. അവരുടെ പരിപാടികൾക്കൊക്കെ പോകാറുണ്ട്. പക്ഷേ ഹാജിറ അല്ലേ പേര്? ഹാജിറ ഞാൻ ആദ്യമാണ് കാണുന്നത്. അടുത്ത കാലത്ത് വന്നതാണ്. ഞാൻ കുറച്ചായി. അല്ല, ഈ തിളങ്ങി നിൽക്കുന്നവരുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ചിരി വന്നു. ഈ തിളക്കമൊക്കെ കുറഞ്ഞു. അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പോഴും തിളങ്ങി നിൽക്കുന്നുണ്ട്. ലൈവായിട്ട് സീരിയലുകളും സിനിമകളും. സത്യം പറയുകയാണെങ്കിൽ ഒരു കാര്യം പറയട്ടെ ഹാജിറ, ഞാൻ ഏതാണ്ട് ഒരു 8 മാസത്തിൽ കൂടുതലായി ഞാൻ വലിയ ഇന്റർവ്യൂകൾ കൊടുക്കാറില്ല. ഫങ്ഷൻസ് ആണ് കൂടുതൽ. ഇപ്പം ഞാനിപ്പോൾ ട്രിവാൻഡ്രത്തുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ഇപ്പം ഞങ്ങളുടെ തന്നെ കോളേജുമായിട്ട് ബന്ധപ്പെട്ട വലിയ ഗ്രൂപ്പുണ്ട്. ലോകം മുഴുവനും ഉണ്ട് അതിൻ്റെ ശാഖകൾ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയൊക്കെ പരിപാടികളൊക്കെ വരുമ്പോൾ പോവും. അല്ലെങ്കിൽ അവർ റെക്കമെൻഡ് ചെയ്യും മല്ലിക ഇങ്ങനെ സംഭവം. പിന്നെ എനിക്കറിയാവുന്ന രാഷ്ട്രീയക്കാരുണ്ട്, അല്ലാത്ത സാംസ്കാരിക രംഗത്തുള്ളവരുണ്ട്, സാഹിത്യ ലോകത്തുള്ളവരുണ്ട്. അപ്പോൾ ഇവരൊക്കെ വിളിച്ച് പറയാം, ചേച്ചി ഒന്ന് വന്നാട്ടെ നമുക്കിങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പോകുന്നതേ ഉള്ളൂ. അല്ലാതെ ഇൻ്റർവ്യൂ ഞാനിപ്പോൾ അധികം കൊടുക്കുന്നില്ല. എന്നിട്ടും ഏതാണ്ട് ഒരു 5-8 മാസം മുമ്പ് വന്ന ഇന്റർവ്യൂവിന്റെ ചില ഓരോ വാചകം എടുത്ത് അവിടെ ഓരോരുത്തരും ഇടുമ്പോൾ ഇതെന്നെടുത്തതെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഞാൻ പറയും ഇത് ഏതാണ്ട് ഒരു കൊല്ലമായി. അപ്പൊ അത് കാരണം മൊത്തം കൺഫ്യൂഷനായി. ഇതെപ്പോൾ ഇന്റർവ്യൂ കൊടുത്തത്? ഇതൊക്കെ പഴയതിന്റെ ഓരോ വാചകങ്ങൾ എടുത്തിട്ട്. അതുകൊണ്ടാണ് ഈ പോഡ്കാസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ ഒരു ചെറിയ പേടി. ഇതിങ്ങനെ ജീവിതകാലം മുഴുവനും ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ വരും. അതിന് വല്ല സംഭവമാണ്. ഞാനും ഹാജരെ കണ്ടതിൽ സന്തോഷം. എനിക്കും ഒത്തിരി സന്തോഷം അമ്മേനെ കണ്ടതിൽ. അപ്പം ഞാനും ഈ പറഞ്ഞ പോലെ നോക്കിയ സമയത്ത് ഒരു 8 മാസമൊക്കെ മുന്നേ നമ്മ ലാസ്റ്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തതായിട്ട് കാണുന്നത്. ഈ പറഞ്ഞ പോലെ കട്ട്സ് ഒക്കെ വരുന്നുണ്ടെങ്കിലും ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് സ്പെഷ്യലാണ് കുറെ അധികം വിശേഷങ്ങൾ ഈ 8 മാസം. ഞാൻ എന്ത് പറഞ്ഞാലും ഓരോരുത്തർ പറയാം, അയ്യോ ചേച്ചി മിണ്ടാതിരിക്കണേ, സൂക്ഷിച്ചോണേ എന്നൊക്കെ പറയാം. അതെന്താന്ന് വെച്ചാൽ എന്നോടുള്ള സ്നേഹമല്ല. ഞാൻ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ഉടനെ അത് പിള്ളേരെ അത് വെച്ചിട്ടൊരു കമന്റ് അറിയാമല്ലോ. അവർക്ക് വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരം നമ്മളത് ഇതും കൊണ്ട് ഇറങ്ങിയാൽ അത് എവിടെയെങ്കിലും ചെന്നിരുന്നുണ്ട് ഇത്. അപ്പോൾ അത് പക്ഷെ അതൊന്നും ഞാൻ അത്ര കാര്യമാക്കാറില്ല. അത് അവര് ഇപ്പോൾ യൂട്യൂബ് നടത്തുന്ന എത്രയോ അതറിയാൻ വയ്യാത്ത ആരൊക്കെ യൂട്യൂബ് നടത്തുന്നത്, എന്തൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത്. നന്നായിട്ട് നടത്തുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ ഞാൻ ചില ചെറുപ്പക്കാർ ആൺപിള്ളേർ നന്നായിട്ട് നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളാണെങ്കിലും അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ രീതിയുണ്ട്. അതാണ് പഠിക്കേണ്ടത്. അല്ലാതെ ഞാനൊരു യൂട്യൂബ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ മറ്റേ എൻ്റെ വീട്ടിലെ അടുക്കളയിലെ കാര്യം അയൽവക്കക്കാരിയായിട്ട് അടിയുണ്ടാക്കിയ ഇതൊക്കെ യൂട്യൂബിൽ കേൾക്കാൻ ആർക്കാണ് താല്പര്യം? ഓരോരുത്തർക്കും അവരവരുടേതായ ജീവിത പ്രശ്നങ്ങളുണ്ട്. അതൊന്നും സോൾവ് ചെയ്യാനേ നേരമില്ലാത്ത കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അല്ലേ? അപ്പോഴാ വേറെ ഒരാളിൻ്റെ അത് വാസ്തവം സഹിക്കാൻ വയ്യാത്ത. ഞാൻ പറഞ്ഞാൽ സ്ത്രീ വിദ്വേഷിയാന്ന് പറയും. സ്ത്രീകളെ കൊണ്ടാണ് കൂടുതൽ സഹിക്കാൻ വയ്യാത്തത്. അത് അവർ ചിന്തിക്കുന്നില്ല. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തും കാണിക്കാം എന്ന്. അതല്ല യൂട്യൂബിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് സമൂഹത്തിനുള്ള ശരി പറഞ്ഞോളൂ, തെറ്റുകൾ പറഞ്ഞോളൂ. ഞാൻ അത് അങ്ങനെ പറയരുതെന്നല്ല പറഞ്ഞു. പക്ഷേ
അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ള എന്തെങ്കിലും ഒരു പോസിറ്റീവ് മെസ്സേജ് കൂടെ കൊടുക്കണ്ടേ? അതില്ല. ചില പെൺപിള്ളാരുടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തന്നെ തോന്നും എന്തെങ്കിലും തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈശ്വരാ എന്താ ഈ കുട്ടി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് തോന്നാറുണ്ട്. ആ, അത് വളരെ അപൂർവം. കുറച്ചും കൂടെ അല്ല പ്രൊഡക്റ്റീവ് ആവണം അതാണ്. എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഇന്റർവ്യൂ കാരണം ഇതിങ്ങനെ ചവറ് പോലെ വരുന്നുണ്ട്. ഉം. ഞാനതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്ത ആൾക്കാരുടെ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല സംഭവം ഉണ്ടെന്ന് ആരെങ്കിലും പറയുമ്പോൾ ഞാൻ അത് എടുത്ത് കാണും. അമ്മ അങ്ങനെ കുറച്ച് കൂടുതലും പേരുണ്ട്. കാണുന്ന പക്ഷെ ഇന്റർവ്യൂ അതിൽ സ്ത്രീകളെ അധികം കണ്ടിട്ടില്ല. ഇല്ല. സത്യം പറഞ്ഞാൽ സ്ത്രീകൾ കൂടുതലും മറ്റുള്ളവരുടെ ഒരു ആക്രമിച്ചിട്ടുള്ള ഒരു രീതികളാണ് കണ്ടിരിക്കുന്നത്. ആ. പുരുഷന്മാര് അതുണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ കൂട്ടത്തിൽ ഉം. ഇടയ്ക്കിടയ്ക്ക് നല്ല സംഭവങ്ങളും അവർ പറയുന്നുണ്ട്. സമൂഹം ശ്രദ്ധിക്കണം ഇത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. നമുക്കുള്ള പരാതിയും പരിഭവം ഒക്കെ പറഞ്ഞാലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഗെയിം നമ്മൾ പറയുന്ന കാര്യത്തിൽ എന്തോ അതിനകത്തൊരു സത്യമുണ്ട് എന്ന് തോന്നുന്നത് പോലെ പറയാൻ ശ്രമിക്കുക. അതൊരപേക്ഷ. അത്രേ ഉള്ളൂ. അപ്പം അമ്മ കാണുന്ന ഇപ്പൊ പറഞ്ഞു കുറച്ച് ഇന്റർവ്യൂസേ കാണാറുള്ളൂ എന്ന്, പക്ഷെ കാണുന്ന ഇന്റർവ്യൂസ് കൂടുതലും ആരുടെ ആയിരിക്കും? എങ്ങനത്തെ ഇന്റർവ്യൂസ് കാണാൻ അല്ല എനിക്ക് ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പൊതുവായിട്ടുള്ള ഇപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ട്രിവാൻഡ്രത്തെ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ ചോദിച്ചാൽ തന്നെ അറിയാം ഒരുപാട് പേര് അതിപ്പോൾ ഞാനൊരു സിനിമാ നടി ആയതുകൊണ്ടോ അല്ലെങ്കിൽ രണ്ട് മക്കളുടെ താരങ്ങളുടെ അതൊന്നുമല്ല. ഞാൻ പഠിക്കുന്ന കാലം മുതൽ തന്നെ ഞാൻ എപ്പോഴും എനിക്ക് കുറച്ച് ഒരു സമൂഹവുമായിട്ട് കുറച്ച് അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. ഉം. അതിൽ എന്ന് വിചാരിച്ച് ഇപ്പം ഞാൻ താരമോ എനിക്ക് ഒരുപാട് രൂപ വരുന്നൊന്നുമല്ല. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്നാൽ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് അവർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനവിടെ ചെല്ലുമ്പോൾ ചേച്ചി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ചേച്ചി ഞങ്ങളൊന്ന് ആരെ കാണണം MLA കാണണം അല്ലെങ്കിൽ MPയെ കാണണം മന്ത്രിയെ കാണണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പെർമിഷൻ കിട്ടുന്നില്ല. ചേച്ചി ഒരു സമ്മതം വാങ്ങിച്ച് ഇങ്ങനെയൊക്കെ ചോദിക്കണം. അപ്പോൾ ഞാൻ പറയാം എന്താ കാര്യം? ഇത്രയേ ഉള്ളോ ഇത് നമുക്ക് അതിന് നിങ്ങൾ എന്തിനാ ഈ മന്ത്രിയെ പോയി അവരൊക്കെ നിങ്ങളെ ഈ കാര്യം കഥ കേൾക്കാനിരിക്കുവാണോ എന്നൊക്കെ പറഞ്ഞ് പോകേണ്ട കാര്യമാണെങ്കിൽ നമ്മൾ പോകണം എന്ന് പറഞ്ഞാൽ പോരെ. അതായത് എല്ലാവരുടെയും വിചാരം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ലോക്കൽ നേതാവിനോട് പറയും അവർക്കും ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങൾക്കൊരു പരിമിതിയുണ്ട്. നമ്മളോടൊക്കെ പറഞ്ഞുകൊണ്ടുവന്നാൽ മതി ഞാനിപ്പോൾ ശരിയാക്കി തരാന്നൊക്കെ പറയുമെങ്കിലും സത്യാവസ്ഥ നമുക്കൊക്കെ അറിഞ്ഞൂടെ. അവരടുത്ത സ്റ്റെപ്പ് പോവും. അവിടെ അങ്ങോട്ട് പോയിട്ട് MLAയുടെ അടുത്ത് പോകും. MLA പറയാം അതൊക്കെ ഇപ്പോൾ നടക്കത്തില്ല മിനിസ്റ്റർക്ക് ഇപ്പോൾ ദേഷ്യം വരും ഇതൊക്കെ നിസ്സാരം എന്നൊക്കെ അപ്പം അങ്ങനെ ഓരോ കടമ്പകൾ കടക്കുമ്പോൾ ഇവരുടെയൊക്കെ വിചാരം ഇവരോടുള്ള എന്തോ ഒരു വിരോധം കൊണ്ടാത്ത അതല്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ എത്ര വലിയ ആളാണെങ്കിലും ഇപ്പം മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും നമ്മൾ മുഖ്യമന്ത്രിയെ അനാവശ്യമായിട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞത് എനിക്കത് മനസ്സിലാവാത്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ശരി പാർട്ടിക്ക് വിധേയനാണോ അതിപ്പോൾ ഏത് പാർട്ടിയായാലും ഇപ്പം നമ്മളിപ്പോൾ ഒരു പുതിയ മന്ത്രിസഭ വരുമ്പോൾ അതിന് മുമ്പ് അവർ പ്രതിപക്ഷത്തിൻ്റെ കുറ്റം പറയും. അന്ന് പ്രതിപക്ഷം ഭരിക്കുമ്പോൾ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ഇപ്പോഴത്തെ പ്രതിപക്ഷമായിരുന്നല്ലോ അതിന് മുമ്പ്. അപ്പോൾ അന്ന് പ്രതിപക്ഷമായിട്ടിരുന്ന ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാർക്ക് അവരെ അത് സ്വാഭാവികമാണ്. അത് രാഷ്ട്രീയത്തിലെ ഒരു നാടകമാണ് അത് എന്നും പറഞ്ഞ് അവർ തമ്മിൽ കാണുമ്പോൾ ഭയങ്കര അടിവെല്ലാം ഒന്നുമില്ല. അപ്പം അത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. ഒരു നാടകം പോലെ കാണുക ഓരോ രംഗം. എതിർക്കേണ്ടടുത്ത് എതിർക്കുക പറയേണ്ട കാര്യങ്ങൾ പറയുക. പക്ഷേ ഒരു ചെറിയ പ്രയാസം ഈ അടുത്ത കാലത്ത് തോന്നുന്നത് ഞാൻ 50 വർഷമായി ഇതിൻ്റെ സഹയാത്രികനാണ് ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഭയങ്കര പാരമ്പര്യമൊക്കെ അങ്ങ് നീട്ടിപ്പിടിച്ച് പറയും. എന്നിട്ട് പിന്നെ എന്തിനാണ് ഈ നേതാക്കളെ ചീത്ത വിളിക്കുന്നത്? ഒരു തെറ്റ് 5 കൊല്ലം ഇപ്പം പിള്ളേരോട് ഞാൻ ചോദിക്കുന്നത് ഇത് തന്നെയാണ്. ഒരു തെറ്റ് 5 കൊല്ലം മുമ്പ് നടന്നെങ്കിൽ എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല? ഒരു കൊച്ചു സ്റ്റേജ് കെട്ടിയോ അല്ലെങ്കിൽ ഒരു ജംഗ്ഷനിൽ ഒരു മേശയും ഒരു ബൈക്കും മതിയായിരുന്നല്ലോ. അപ്പം അത് ഞാൻ പാർട്ടിക്ക് വിധേയനായി പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ മിണ്ടാതിരുന്നു. ദാറ്റ്സ് നോട്ട് ദ പോയിന്റ്. അത് ശരിയല്ല. അപ്പം അന്ന് അവർക്ക് എന്തോ അതിനകത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ അത് വേറെ കാര്യം. പക്ഷെ ഇന്നിപ്പോൾ അറ്റാക്ക് ചെയ്യാൻ കാര്യം അവരുടെ ഇഷ്ടങ്ങൾ എന്തോ നടക്കാതെ പോയി അല്ലേ? ഞാൻ പറഞ്ഞ ആ രീതി എല്ലാ പാർട്ടികളും മാറ്റണം. തീർച്ചയായും തെറ്റുകൾ അപ്പോഴപ്പോൾ ചൂണ്ടിക്കാണിക്കുക. അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഒരു പാർട്ടിയുടെ പൊളി പിടിച്ചോ റോഡിൽ കൂടെ ഡാൻസ് കളിക്കാനൊന്നും ഞാൻ പോയിട്ടില്ല. നമുക്കത് വേറൊന്നും കൊണ്ടല്ല. ചില കാര്യങ്ങൾ ശരിയാണെന്ന് നമുക്ക് തോന്നും അത് സപ്പോർട്ട് ചെയ്യാം. ചില കാര്യങ്ങൾ കടന്നുപോയി എന്നും തോന്നും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഒന്ന് കണ്ട് വിലയിരുത്തി ഞാൻ അത് ശരിയാണെങ്കിൽ ശരി പറയുന്നവരുടെ കൂടെ എപ്പോഴും നിൽക്കും. അത് ഞാനൊരു താരമായതുകൊണ്ടോ ഒരു സിനിമാ നടിയായിരുന്നു പണ്ടെന്നുള്ളത് അതൊന്നുമല്ല. ഞാൻ അങ്ങനെയാണ്. ഞാൻ എൻ്റെ കോളേജിലെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്ന കാലം മുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ന്യായമായ കാര്യമാണെങ്കിൽ ഞാൻ അവരോടൊപ്പം അത് ഞാൻ ഒരു പബ്ലിസിറ്റിക്കും പോകാറുമില്ല. ഞാൻ പോകുന്നിടത്തൊക്കെ 4 ക്യാമറയും ഒന്നും ഞാൻ സമ്മതിക്കില്ല. അത് വേറൊന്നും കൊണ്ടല്ല അത്രയ്ക്കുള്ളൊരു മഹിമയൊന്നും എനിക്കില്ല. അതൊക്കെ രാഷ്ട്രീയക്കാർക്കുള്ള അവരുടെ രാഷ്ട്രീയ ഭാവിയാണ് അതിലൂടെ അവർ നോക്കുന്നത്. ക്യാമറ കൊണ്ടുപോയി അവിടെ ചെന്ന് ഇവിടെ ചെന്ന് അതിനൊരു PR ടീം അവരുടെ കൂടെ ഉണ്ട്. തീർച്ചയായും
അപ്പോൾ നമുക്കൊന്നും PR ടീം ഒന്നും വേണ്ട, വയസ്സായി ഇനി എത്ര കാലം കൂടെ പെട്ടിയൊക്കെ അടുക്കി ഇരിക്കുന്നവരാണ് നമ്മളൊക്കെ. അമ്മയോ? അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മളെന്തെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ അവിടെ ഒരു 10 പേരെങ്കിലും പറയണം, ഓ ദൈവം അവരുണ്ടായിരുന്നെങ്കിൽ സത്യം എന്തെല്ലാം സഹായം നമുക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവിനെങ്കിലും കേൾക്കുമ്പോൾ ഒരു സുഖം കിട്ടും, അതെ. അല്ലേ? ഉം. അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ജീവിക്കുമ്പോൾ ഞാൻ മറ്റേ ഇത്ര ഉണ്ടാക്കണം, അങ്ങനെ ഇങ്ങനെ മറ്റേത് മറിച്ചത്, വലിയ സ്വപ്നങ്ങളാണ്. പക്ഷേ ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ മനസ്സും പ്രവൃത്തിയും എല്ലാം അതുപോലെ ആയിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു സിനിമയിലും ഇല്ല, രാഷ്ട്രീയത്തിലും ഇല്ല. വളരെ കുറവാണ്. ഉണ്ട്, ഉം. ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ടെന്ന് വയ്ക്കാം. പക്ഷെ അത് എണ്ണത്തിൽ വളരെ 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 കുറവ്. കുറവാണല്ലേ. ഇപ്പൊ പൊളിറ്റിക്സിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കാം, അമ്മ ഇതിനു മുന്നേ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് മനസ്സുകൊണ്ട് CPM-കാരോടാണ് കുറച്ചൊരു ഇത്. പക്ഷെ ഈ ഞാൻ വലിയ മൂത്ത കോൺഗ്രസ് കുടുംബത്തിലെ ആളാണ്. അതാണ്. പിന്നെ 10-45 എൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഞാൻ അങ്ങനെ തന്നെ ജീവിച്ചിരുന്നതാണ്. ഈ അടുത്ത കാലത്ത് ചില സംഭവങ്ങൾ വന്നപ്പോൾ ഞാൻ ഈ കോൺഗ്രസ് നേതാക്കൾ, എനിക്ക് പിന്നെ എന്താ വെച്ചാൽ എനിക്ക് ഈ പ്രത്യേകിച്ച് കാര്യങ്ങളോ അല്ലെങ്കിൽ അവരെ കൊണ്ട് എനിക്കൊരു ട്രാൻസ്ഫർ വേണം, അങ്ങോട്ട് വേണം, അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയും, അയ്യോ ഇതിനകത്ത് നിങ്ങളിങ്ങനെ പരസ്യമായിട്ട് അടിക്കല്ലേ എന്നൊക്കെ. ഞാൻ പേരൊന്നും പറയുന്നില്ല, ഏറ്റവും വലിയ നേതാക്കന്മാരോട് നേരിട്ട് പറയുന്ന ഒരാളാണ്. അയ്യോ അത് നിങ്ങൾ വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ മുറിക്കകത്തിരുന്ന് പറ, ജനത്തിന് തോന്നരുത് നിങ്ങളൊക്കെ തമ്മിൽ അടിയാണ് തോന്നരുത്. കാരണം അപ്പോഴേ അതൊരു ഇപ്പം എന്നെപ്പോലൊക്കെ ഉള്ളവർക്ക് ഇപ്പോൾ ഇന്ദിരാഗാന്ധിയൊക്കെ ഉള്ള കാലം, ഞാനത് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്ദിരാഗാന്ധിയുടെയൊക്കെ കാലത്ത് എൻ്റെ അമ്മയ്ക്കൊക്കെ കൈപ്പത്തി അല്ലാതൊരു ചിഹ്നം അറിഞ്ഞുകൂടാ. അയ്യോ അമ്മ കരയും അപ്പോഴ്. അപ്പം അത് ഞങ്ങൾ അമ്മയെ പറ്റി ഒരു കഥ വരെ ഞങ്ങൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരിക്കൽ അമ്മടുത്ത് അമ്മ ഇത്തവണ വേറെ അദ്ദേഹത്തിന് കൊടുത്താലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ തിരിച്ചു വന്നപ്പോൾ പറഞ്ഞത്, എന്നൊക്കെ വിചാരിച്ചാൽ പോയത്, പക്ഷേ എൻ്റെ മുളയില്ല കൈപ്പത്തി കണ്ടപ്പോൾ എനിക്ക് ഇന്ദിരാഗാന്ധിയുടെ കൈപ്പത്തി ഓർമ്മ വന്നു. അമ്മ കരയുക. അപ്പം അത്രയ്ക്ക് ഈ പാർട്ടി എന്നുള്ളതിലുപരിയായിട്ട് ചില വ്യക്തികളെ ബഹുമാനിച്ചിരുന്നു എല്ലാവരും, അല്ലേ? പിന്നെ എൻ്റെ അച്ഛൻ വല്യച്ഛന്മാർ കൈനിക്കര കുടുംബം എന്ന് പറഞ്ഞ് ചങ്ങനാശ്ശേരി പെരുന്നേലാണ് തറവാട്. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒറിജിനൽ ഗാന്ധിസം, അതായത് ഗാന്ധിയന്മാരായിട്ട് ജീവിച്ചവരാണ്. ജീവിതത്തിൽ അങ്ങനെ ഖദർ മാത്രമേ ധരിക്കൂ, ഇങ്ങനെ എന്ത് കാര്യത്തിനും സത്യസന്ധമായിട്ട് കൂടെ നിൽക്കും. എൻ്റെ അച്ഛനാണെങ്കിൽ സംസ്കൃതവും അറിയാമായിരുന്നു, മലയാളവും അറിയാം. അങ്ങനെ യൂണിവേഴ്സിറ്റിയിലൊരു താളിയോല ഗ്രന്ഥങ്ങളൊക്കെ ഉള്ള ഒരു സെക്ഷനുണ്ട്, മാനുസ്ക്രിപ്റ്റ് ലൈബ്രറി എന്ന് പറയും. അവിടുത്തെ അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിട്ട് പെൻഷനായ ഒരാളാണ്. അപ്പോൾ അച്ഛനൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് പിന്നെ ഒരുപാട് ത്യാഗങ്ങൾ ഇതിനു വേണ്ടി ചെയ്ത് സ്വാതന്ത്ര്യ സമര കാലത്തെ കഥകൾ. അപ്പോൾ അതൊക്കെ കേട്ടാണ് ഞങ്ങൾ വളർന്നത്. പക്ഷെ നമ്മൾ വളർന്ന് വരുംതോറും നമ്മൾ കേട്ട ഒരു ചരിത്രത്തിൻ്റെ നിന്ന് ഒരുപാട് മാറിപ്പോകുന്നു പെരുമാറ്റ രീതി. അപ്പോൾ വിചാരിച്ച എന്തിപ്പോൾ സംഭവം. അപ്പോൾ ഓരോരുത്തരും അതല്ല ഇപ്പം അങ്ങനെയല്ല, ഇപ്പം ഈ അധികാരമാണ് എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ ഈ അധികാരത്തിൻ്റെ പുറകെ പോകാത്തതുകൊണ്ടായിരിക്കും. അപ്പം ഞാൻ വിചാരിക്കും ഇതിൽ 1-2 പേര് വിചാരിച്ചാൽ പോരെ. ഇപ്പം ഇന്നലെ തന്നെ പുതിയ മുഖ്യമന്ത്രി എടുത്തപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ. ഇതൊക്കെ പ്രാവർത്തികമാകട്ടെ എന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശനോട് അപേക്ഷിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് സാധിക്കും. പക്ഷേ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നില്ല, ഒരുപാട് ബോണ്ടേജ്, അത് ഈ തടസ്സങ്ങളെന്ന് പറയുന്നതൊക്കെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വരുന്നതല്ല, അത് അവർ പേഴ്സണലി ഉണ്ടാക്കുന്നതല്ല. ഇപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി സഖാവ് ശ്രീ പിണറായി വിജയനെ കിടന്ന് കുറ്റം പറയുന്നത്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്തുകൊണ്ട് അവർ നേരത്തെ പറയാത്തത്? ഈ ഇലക്ഷൻ വന്ന് തോറ്റപ്പോഴാണോ പറയേണ്ടത് പണ്ടിങ്ങനെ ചെയ്തു പണ്ടങ്ങനെ? അതൊക്കെ കണ്ണൂരുകാരല്ല തിരുവനന്തപുരംകാർ പറഞ്ഞാലും അത് തെറ്റാന്നുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ. കാരണം പറയണമെങ്കിൽ അപ്പോൾ പറയണം, ചെയ്ത് തെറ്റ് നടന്ന സമയത്ത് പറയണം. അന്ന് ഭരിക്കുന്നു, അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേട്ടമുണ്ട്, ഇപ്പം ഭരണം പോയി, എന്തൊക്കെയോ ഇനി നമുക്ക് കിട്ടാതെ പോകും. അങ്ങനെയൊക്കെ സാധാരണക്കാർ എന്നോട്, ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു 5-6 ഫംഗ്ഷന് പോയപ്പോൾ, എന്നാലും പിന്നെ ഒന്ന് ഇലക്ഷന് തോറ്റപ്പോൾ പിന്നെ മുഖ്യമന്ത്രി മാത്രമായോ കുറ്റക്കാരൻ എന്ന് ചോദിക്കുന്ന എത്രയോ പേരുണ്ട്. അവർക്ക് പാർട്ടിയെ പറ്റി ഒന്നും അറിയില്ല. ആ കൂട്ടത്തിലാണ് ഞാനങ്ങനെ സജീവമായിട്ട് ഈ പാർട്ടി എന്താണെന്ന് പഠിക്കാൻ നിന്നിട്ടുള്ള ആളൊന്നുമല്ല. അതൊക്കെ കൂടുതലും എൻ്റെ അച്ഛനമ്മമാരെനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ഇന്നലെ വരെ ഇല്ലാത്ത കുറ്റം. അയ്യോ മുൻ മുഖ്യമന്ത്രിയുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന് മരുമോനെ മന്ത്രിയാക്കി, എന്തേ ഇപ്പോഴില്ലേ? ഇപ്പം നടക്കുന്നുണ്ടല്ലോ, അല്ലേ? ഭർത്താവ് MP, ഭാര്യ മന്ത്രി. ഇതിനു മുമ്പ് നടന്നിട്ടില്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസ് പാർട്ടിയിലും? അതൊക്കെ ഞാൻ പറഞ്ഞത് അതൊന്നും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു താല്പര്യം കൊണ്ടല്ല. അവരൊരു സജഷൻ പറയും, പാർട്ടി ഒപ്പം നിൽക്കുകയാണ്. ഇവരെല്ലാവരും പാർട്ടിയിലൂടെ വളർന്നവരല്ല, നമ്മളെപ്പോലെ ചുമ്മാ എന്നിട്ട് നിങ്ങൾ കൊള്ളാൻ കേട്ടോ എന്ന് പറയുന്ന ആൾക്കാരല്ല. അവരെല്ലാവരും തന്നെ വർഷങ്ങളായിട്ട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് പാർട്ടി ആയാലും ഒരുപക്ഷെ ആ കാര്യത്തിൽ പാരമ്പര്യം വെച്ച് പറയാനായിട്ട് കുറവ് BJP-ക്കാർ. കാരണം അവരിപ്പോൾ പുതിയതായിട്ട് വന്നൊരു പാർട്ടിയാണ്.
സ്വാഭാവികമായിട്ടും അവർ ഇതുപോലെ വളർന്നിരിക്കും. പുതിയ സാരഥികളൊക്കെ വന്ന് പുതിയ ആശയങ്ങളൊക്കെ പറയുമ്പോൾ അതിലൊരു ആകർഷരാവാം ചെറുപ്പക്കാരൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത്. ഇപ്പോൾ എന്തെല്ലാം നമ്മൾ പറഞ്ഞാലും പുറത്ത്, ഇന്ത്യയുടെ പുറത്ത് സഞ്ചരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അവിടെ ചെല്ലുമ്പം ഇന്ത്യയെ പറ്റിയിട്ട് ഒരുപാട് കുറച്ചൊരു നല്ല ചിന്തകൾ ഇപ്പോഴുണ്ട്. ഉണ്ട്. ഇന്ത്യ ഒരുപാട് ഡെവലപ്പ് ചെയ്തു, അതെ അങ്ങനെ അതെ വന്നു, അതെ. ഇങ്ങനെ വന്നു. ഓഫ് കോഴ്സ് ദാറ്റ് ക്രെഡിറ്റ് ഗോസ് ടു അവർ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ അല്ലേ. അപ്പോൾ അത് അദ്ദേഹത്തിന് അതെന്തുകൊണ്ടാണ് അദ്ദേഹം ഒറ്റയ്ക്ക് നടന്ന് ചെയ്തു എന്നല്ല. അല്ല അല്ല അല്ല. ഇവർ ഭരണത്തിൽ വന്നപ്പോൾ ഇവരുടെ പുതിയ ചിന്താധാരയിലൂടെ പലതും ഇന്ത്യക്ക് വേണ്ടി കൊണ്ടുവരണം തോന്നി. അദ്ദേഹത്തിന് പിന്നെ വേറെ ദുരുദ്ദേശങ്ങളൊന്നും വലുതായിട്ട് കാണാൻ വഴിയില്ല. പാർട്ടിക്ക് വേണ്ടി ഇതുപോലെ അദ്ദേഹം വഴങ്ങേണ്ടി അതെ വരും. അതെ അതെ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചാൽ പാർട്ടിയെ നമ്മൾ അനുസരിക്കണം, പാർട്ടിക്ക് വിധേയമായിട്ട് ചെയ്യണം. പക്ഷേ ഈ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ ഒരു ഭാരവാഹിയെ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ ആ ആളെങ്ങനെയാണെന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒന്ന് അന്വേഷിക്കാം അല്ലേ. തീർച്ചയായും. ചിലരൊരു സ്ഥാനമാനം കിട്ടാൻ വേണ്ടി സോപ്പടിക്കുന്നവരുണ്ട്. ഞങ്ങളുടെ സിനിമാ സംഘടനയിലും ഉണ്ട് കേട്ടോ. അതെല്ലാ അയ്യോ ഫീൽഡിലും ഉണ്ട്. ദൈവമേ, ഭയങ്കര അത് എന്തെങ്കിലും ഇവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുറ്റങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നു കഴിഞ്ഞാൽ അപ്പോഴേ കട്ട് ചെയ്ത് എല്ലാവരെയും മാറ്റി നിർത്തും. അതേസമയം അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെയാണോ സോപ്പടിക്കേണ്ടത്, അത് ഏത് വകുപ്പാണെങ്കിലും ശരി, അവിടെ ചെന്ന് അത് അല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഉടനെ അയ്യോ എന്താ ഇതെന്താണ് ഈ കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വലിയ മെഡിക്കൽ കോൺഫറൻസിന് ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. എന്നോട് ഒരാൾ ചോദിച്ചു, മാഡത്തിൻ്റെ ബ്രദറിൻ്റെ കൂടെ ഒരു സിനിമാ താരം ഇരിക്കുന്നുണ്ട്, പുള്ളിക്കാരി ഡോക്ടറാണോ എന്ന് ചോദിച്ചു. ഞാൻ അതല്ല ഒരു പേര് പറഞ്ഞു. ഞാൻ അയ്യോ അല്ല, ഡോക്ടറല്ല, ഞങ്ങളുടെ ഈ ഓർഗനൈസേഷൻ്റെ ഒരു ഭാര്യമായി. അല്ല അതല്ല, ഞാൻ വിചാരിച്ചു ഇനി പുള്ളി വല്ല ഓങ്കോളജിയുടെ വല്ല ഡോക്ടറാണ്. അപ്പം അങ്ങനെ തെറ്റിദ്ധരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, അല്ല ഇത് വെച്ച് പോരുന്നതല്ല, അതെ അതെ അതെ. ഡോക്ടർമാർ മാത്രം പോകണമെന്ന പരിപാടി അങ്ങനെയല്ല പറഞ്ഞത്. പക്ഷേ ഡോക്ടറാണോ എന്ന് തോന്നാൻ കാര്യം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇടപെടൽ അവർ സ്വയം കാണിക്കുമ്പോൾ ഇവർക്ക് ഈ വിഷയത്തിനെ പറ്റി അറിയാവുന്ന ആരോ ആണെന്ന് ഉള്ള തോന്നും. രീതിയിൽ ധരിക്കുള്ളൂ. എന്ന് പറയുന്ന പോലെ ഒരു മന്ത്രി ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് സെക്രട്ടറിമാരോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ സ്റ്റാഫോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ വകുപ്പുകളെ ഇതൊക്കെ വരുമ്പോൾ ഇവരാരെങ്ങനെയാണ്, ഇത് സാധാരണക്കാരെ വെട്ടിച്ച് കാശുണ്ടാക്കുന്നവരാണ്, ഇതൊക്കെ അന്വേഷിച്ചൂടെ? അതവർക്ക്. ഞാൻ ചോദിക്കട്ടെ, ഒരു മന്ത്രിക്കുള്ള സംവിധാനം ഒരു സാധാരണക്കാരനുണ്ടോ? ഒരിക്കലും ഇല്ല. പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതെ അതെ. എല്ലാവരും ഉണ്ട് എന്ന് വിചാരിച്ച് ഞാനിപ്പോൾ നാളെ പാർട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്യരുതെന്നല്ല പറയുന്നത്. ഓരോ തീർച്ചയായും. പാർട്ടി വരുമ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഇപ്പം തന്നെ ഇന്നലെ നടക്കുമെന്ന് പറഞ്ഞ് കുറച്ച് ചെറുപ്പക്കാർ നടക്കുന്നുണ്ട് ഇവിടെ. ഒരു കാര്യമില്ല, എന്നോട്ട് വിരോധം ഉണ്ടായിട്ടില്ല, എന്നാൽ പിന്നെ മക്കളും കൂടെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ച് തെറി വിളിക്കുന്നവരുമുണ്ട്. അതെ. അപ്പോൾ അതൊന്നും ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഉടനെ തള്ള അവിടുത്തോണ്ട് ഇങ്ങനെ പറഞ്ഞു, തള്ളി പിടിച്ചു. ഇതൊക്കെ ട്രോളർമാരുടെ ഭാഷയാണ്. ആ ഭാഷ കേട്ടാലറിയാം ഇവരൊന്നും വലിയ വിദ്യാഭ്യാസമില്ല, എഴുതലാണ്. പക്ഷേ ആ എഴുതുമ്പോൾ പോലും എനിക്കൊരു ഉപകാരപ്രദമായ ട്രോള് പണ്ട് വന്നു. എൻ്റെ വീട്ടിൽ മഴ പെയ്ത് ആ അതെ 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 അതെ. വന്നിട്ട് എനിക്ക് വണ്ടി കൊണ്ടുവരാൻ പറ്റുന്നില്ല, വെള്ളം. പറ്റില്ല. ആ ഉടനെ പിന്നെ ചെമ്പില് ലംബോർഗിനി വന്നത് എവിടെ പോയി പോയി. പറ്റിയത് ആ പോയത്. ആ. അപ്പം അത് തമാശ ആണെങ്കിൽ പോലും അതിലുണ്ടായ ഗുണം എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം എൻ്റെ അടുത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ വെള്ളം റോഡിൽ. പക്ഷേ അത് ചെറിയൊരു മഴയല്ല, അത് അതെ. പറയണം. അന്ന് ആ 2018 18 വെള്ളപ്പൊക്കത്തിന് ഞാൻ എവിടെയും കേറാത്ത താമസിക്കുന്ന സ്ഥലമില്ല. അതാണ് അതെ. ട്രിവാൻഡ്രത്ത് PMG ജംഗ്ഷനിൽ വരെ വെള്ളമായിരുന്നു. വെള്ളം സൂര്യ കയറി. സാറൊക്കെ ഇങ്ങനെ പൂട്ടി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെള്ളം പൊങ്ങിയപ്പോൾ വണ്ടി ഇറക്കാൻ പോയി. ഞാൻ സ്ഥലത്ത് എന്താ ഒരു പമ്പ് ചെയ്ത് കളയാനൊക്കെ എന്നും പറഞ്ഞ് ചോദിക്കുന്നത്. പക്ഷേ എന്തെല്ലാം പറഞ്ഞാലും ശരി, ഞാനത് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നും എന്നും എപ്പോഴും എല്ലാ ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ആദ്യം കോർപ്പറേഷൻ മേയറോടാണ് പറഞ്ഞത്, ശ്രീമതി ആര്യ രാജേന്ദ്രൻ വരാം, ചെയ്യാം, പിടിക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. ഞാൻ ഒറ്റയ്ക്കാണ്, അതെ അതെ പിള്ളേരൊന്നുമില്ലല്ലോ. ആരുമില്ല. 2-3 ജോലിക്കാരുണ്ടല്ലോ, ഒരു അതാണോ വേണ്ടത്? അതല്ല. അപ്പം ഞാൻ ചെന്നിട്ട് CM-നെ ചെന്ന് കണ്ടു, ശ്രീ പിണറായി ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ മുഖ്യമന്ത്രി. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, സാറേ, അപ്പം ഞാൻ എൻ്റെ ഫേസ്ബുക്കിലാണ് ആദ്യം പറഞ്ഞത്. ഞാൻ പറഞ്ഞു, കൊറോണയാണ്, പുറത്തോട്ടിറങ്ങരുതെന്ന് പറയുന്നു. പുറത്തോട്ടിറങ്ങാതിരിക്കാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലാണ് എൻ്റെ വീടും റോഡും ഒക്കെ കിടക്കുന്നത്. വണ്ടി എടുക്കാൻ വയ്യ, ഇനി വീട്ടിനകത്തേക്ക്. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ പുറകെ ഒരു വലിയ കനാലുണ്ട്. വാസ്തവത്തിൽ ഇങ്ങനെ വെള്ളം കയറേണ്ടതല്ല, അല്ല. പക്ഷെ ആ കനാലിൽ ദൂരെ നിന്നൊക്കെയുള്ള വീട് പണിഞ്ഞ സാധനങ്ങളും വിറകും അതും ഇതും എല്ലാം കൂടി ഇട്ട് അങ്ങ് ഫുള്ളായി. അപ്പോൾ വെള്ളം പോകുന്നില്ല. അതായിരുന്നു എൻ്റെ ബ്ലോക്കായി. കാര്യം. അതൊന്നും ശരിക്കും മീഡിയ അറിയുന്നില്ല. അറിയുന്നില്ലല്ലോ. എന്തോ അപ്പം ഞാൻ അപ്പം ഇങ്ങനെയാണ്, അപ്പം അതൊന്ന് ചെയ്യണം. ഉം. എനിക്ക് ഒരു കാലത്തും മറക്കാനൊക്കാത്ത കാര്യമാണ്. കാരണം ഞാനൊരു ഒരു പ്രായമായ ഒരു അമ്മ അവിടെ താമസിക്കുമ്പോൾ ഇതിനൊരു പരിഹാരം വേണം എന്ന് അദ്ദേഹം വിചാരിച്ചിട്ട് ഇതെന്താ സംഭവം എന്ന് അദ്ദേഹം ഉടൻ തന്നെ വിളിച്ച് ചോദിക്കുന്നു.
ആള് വരുന്നു. പിറ്റേ ദിവസം പുതിയ കളക്ടറിൻ്റെ ചാർജ് എടുക്കുകയായിരുന്നു, ഒരു പഞ്ചാബ്, ഷീസ് ഫ്രം പഞ്ചാബ്. അപ്പോൾ അവർ വന്നു നോക്കി. അപ്പോൾ അവർക്കും മനസ്സിലായി ഈ ഈ കനാലിങ്ങനെ ഓവർഫ്ലോ ചെയ്തിട്ട് രണ്ട് സൈഡിലുള്ള വീട്ടിൻ്റെ മുറ്റത്തേക്ക് വെള്ളം കയറുക. അല്ലാതെ മഴയത്ത് മാത്രം വന്നതല്ല അത്. ഈ കനാലാന്ന് പറയുന്നത് വലിയ നല്ലൊരു ഇച്ചിരി വീതിയുള്ള ഒരു സംഭവം. അപ്പോൾ അങ്ങനെ വന്ന് പിറ്റേ 24 മണിക്കൂറിനുള്ളിൽ ശരി. ആ പ്രോബ്ലം മാറ്റി. അത് വരുന്നു, അപ്പുറത്തൂടെയൊക്കെ ഒക്കെ കൊണ്ടുവന്ന് എല്ലാം വേസ്റ്റ് എല്ലാം ഇപ്പോൾ 3 വർഷമായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇപ്പോൾ എല്ലാ വീട്ടിലെയും പോലെ മഴ പെയ്യുമ്പോൾ മുറ്റത്ത് കുറച്ച് വെള്ളം കാണും, ഇത്രയേ ഉള്ളൂ. അല്ലാതെ അന്നത്തെ പോലെ നമുക്കൊരു ഒരു പേടി തോന്നുന്ന ഒരവസ്ഥയിലേക്ക്. അത് പക്ഷേ ഇവിടെ മാത്രമല്ല, ഞാൻ അറിഞ്ഞു ഈ ആലുവ സൈഡും ചാലക്കുടിയൊക്കെ മൊത്തം മുങ്ങിപ്പോയെന്ന് കേട്ടാൽ ഞാൻ. അപ്പം ഞാനതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു വകുപ്പിലിരിക്കുമ്പോൾ ഈ പറയുന്ന പോലെ, അപ്പം ഞാൻ പലപ്പോഴും ആര്യയെ എൻ്റെ ഒരു കൊച്ചനിയത്തിയെ പോലെ കണക്കാക്കാൻ ഞാൻ, എന്നാലും എൻ്റെ പൊന്നെ കുഞ്ഞെ ചെയ്തത് ശരിയായില്ല, ഞാനാണ് അല്ല അതേ ഇവിടെ നമുക്ക് മറ്റേ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്തൊക്കെയോ കാരണങ്ങൾ പറയും, നമുക്കങ്ങനെ വകുപ്പും കാര്യങ്ങളും പറഞ്ഞൂടാ. എൻ്റെ വീട്ടിൽ വെള്ളം കയറി. ഇപ്പൊ യുവാക്കളുടെ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാർ ഒരു എന്താ പറയാ, എല്ലാവർക്കും ഒരു ഐക്കണാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ കുറെ റീൽസും ഒക്കെ നമ്മളെ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എനർജിയിൽ എല്ലാരും പറയുന്നുണ്ട്. അപ്പൊ യൂത്തിനാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയോട് ഒരു ബഹുമാനവും അല്ലെങ്കിൽ സ്നേഹവും, നമ്മളെ സ്വന്തം ആളെ പോലെ ഒരു അടുപ്പം ഒക്കെ ഫീൽ ചെയ്യാൻ. തീർച്ചയായിട്ടും പുള്ളി ഭയങ്കര ആക്റ്റീവാണ് എപ്പോഴും. തീർച്ചയായിട്ടും അതെ. ഞാൻ അദ്ദേഹത്തിനോട് എനിക്ക് നമുക്ക് വാസ്തവത്തിൽ ഈസി ആയിട്ട് വരും. കാരണം അവർക്കൊക്കെ കുറച്ചൊരു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ധനകാര്യ വകുപ്പൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നത് എനിക്ക് തോന്നുന്നു, സത്യം ഞാനായിട്ട് ആരെയും ഫേവർ ചെയ്ത് സംസാരിക്കാതെ വിചാരിക്കരുത്. ഇത് കേട്ടാത്തൊന്നും ഞാനും അദ്ദേഹമായിട്ട് ഞാൻ 1 2 പ്രാവശ്യം ട്രെയിൻ യാത്ര ചെയ്യുമ്പോഴും അല്ലാതെയൊക്കെ ചില പരിപാടികൾക്കൊക്കെ കാണുന്നതല്ലാതെ രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം മാത്രം ഞാൻ എന്തോ സാറേ ഇതിനകത്തൊക്കെ കുറച്ച് എന്ന് നിസ്സാരമായിട്ട് പറഞ്ഞു വെച്ചാൽ അദ്ദേഹം കൊല്ലത്തിറങ്ങിയെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ധനകാര്യം കിട്ടിയത് ഒരു പരിധിവരെ നല്ലതാണെന്ന്. കുറച്ച് ഐഡിയാസ് ഉള്ള ഒരാൾ തന്നെ, അതൊരു സംശയമില്ല. ഒരു പരിധിവരെ ആ ഒരു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മറികടക്കാനുള്ള വഴികൾ ഒരു പക്ഷേ ചിന്തിച്ച് അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് വി.ഡി. സതീശൻ എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തിന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഞാൻ അല്ല, എനിക്കത് അത്രയ്ക്കുള്ള പ്രായമേ ഉള്ളൂ അദ്ദേഹത്തിന്. ഞാൻ അദ്ദേഹത്തെക്കാട്ട് എത്രയോ മൂത്തതാണ്. അതുകൊണ്ടല്ല, ആ ഒരു പാർട്ടി അടിസ്ഥാനത്തിൽ അറിയാവുന്നതുകൊണ്ട് പണ്ടും ഞാനിങ്ങനെ പേര് പറഞ്ഞ് വിളിക്കാറുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് ആ ഒരു ഫിനാൻസ് കിട്ടിയെന്നല്ലാതാണ് എൻ്റെ അഭിപ്രായം. അത് അദ്ദേഹം കൈകാര്യം ചെയ്യണം. വെച്ചാൽ ഒരു പരിധി വരെ നമ്മുടെ ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരു മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് വിചാരിച്ചപ്പോൾ മുൻമന്ത്രി അങ്ങനെ അല്ലാന്നല്ല, അതല്ലേ ഞാൻ പറഞ്ഞത്. മുൻമന്ത്രിസഭയിൽ ഇപ്പം കിടന്നുകൊണ്ട് പാർട്ടിക്കാർ ചീത്ത പറയുന്ന പലരും നല്ല ആൾക്കാരാണ്. മുഖ്യമന്ത്രി ബാലഗോപാൽ സാറ്, എറണാകുളത്തെ രാജീവ് സാർ, അവരുടെയൊക്കെ സംസാരം തന്നെ വളരെ മാന്യമായ ഭാഷയിൽ ഒരു പാർട്ടിയുടെ രോഷം കൊണ്ട് സംസാരിക്കുന്ന വ്യക്തികളൊന്നുമല്ല. കാര്യമാത്ര പ്രസക്തമായിട്ട് പറയും. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ ഇപ്പം ഈയിടെ കുറ്റപ്പെടുത്തുന്ന കേട്ടോ ആരാണ്ടൊക്കെ. അതൊക്കെ ഒരു ആവശ്യമില്ലാത്ത പരിപാടി. ഉള്ള സ്നേഹം കളയാതിരുന്നാൽ കൊള്ളാം. അത് ഏതണിയായ ശരി. ഇതാണല്ലേ ഇവര്. അത് കേട്ടാൽ നമ്മളൊക്കെ അങ്ങ് വിശ്വസിക്കും അവരൊക്കെ മോശക്കാരാണ്. ഇപ്പോഴെന്താ പറയാൻ കാര്യം, ഈ 10 കൊല്ലം കഴിഞ്ഞിട്ട് അപ്പോൾ തോറ്റപ്പോൾ ആരുടെയൊക്കെയോ എന്തൊക്കെയോ ഗുണമേന്മകൾ ഇല്ലാതാകുമോ എന്ന് കണ്ടപ്പോൾ ഒരു രോഷം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ മറ്റൊരു വകുപ്പ് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ കയ്യിലാണ് ഇപ്പോൾ ഈ ആഭ്യന്തരം. ശ്രീ രമേശ് ചെന്നിത്തല. ഞങ്ങൾ ഒരേ നാട്ടുകാരനാണ്. അല്ലത്താൻ തന്നെ എനിക്ക് അദ്ദേഹത്തിനെ വളരെ മുമ്പേ അറിയാം. പാർട്ടിയുടെ പേരും പറഞ്ഞ് അദ്ദേഹം ഒരുപാട് ചീത്തയൊക്കെ കേൾക്കുന്നുണ്ട്. അതൊക്കെ കേട്ടേ പറ്റുള്ളൂ. അപ്പോൾ അതാ ഈ പാർട്ടിയിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ പറയാൻ കാര്യം വെച്ചാൽ, ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്നത് വേറൊരു വൃത്തികെട്ട പ്രവണതയുണ്ട്. ചുമ്മാതെ കുറേ പെൺപിള്ളേർ ഇറങ്ങിയിട്ട് ചീത്ത വിളിക്കുക. അല്ലെ, ആരും തെറ്റ് ചെയ്യുന്നില്ല. ആദ്യമേ ഞാൻ അടിവരയിട്ട് പറയണത്, തെറ്റ് ചെയ്യുന്നവൻ ആരായാലും ശരി, തെറ്റ് ചെയ്താണ് അത് ശിക്ഷിക്കപ്പെടണം. പക്ഷേ ഞാനിത് കഴിഞ്ഞ മുൻപത്തെ സാംസ്കാരിക മന്ത്രിയോട് നേരിട്ട് പറഞ്ഞ കാര്യം. ഒരു കുട്ടി പറയുകയാണ് ഇയാൾ ശരിയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒരു സിനിമാ സെറ്റിലോ അല്ലാതെ ഒരു സ്ഥലത്തോ ഒരു സംഭവം നടന്നാൽ ഒരാഴ്ചയ്ക്കകം അല്ലെങ്കിൽ 10 ദിവസത്തിനകം അടുത്ത പോലീസ് സ്റ്റേഷനിൽ റിട്ടേൺ കംപ്ലൈൻ്റ് ആയിട്ട് ഇത് കൊടുക്കണം. അല്ലാതെ 5 വർഷം കഴിഞ്ഞ് അന്ന് ഞാൻ അതുവഴി പോയപ്പോൾ അയാൾ എന്നെ ഇങ്ങനെ നോക്കി അതെന്തൊരു അത് ഒരുത്തരും ജീവിതം ഇല്ലാതാക്കുകയാണല്ലേ. ഇത് കേട്ടപ്പോൾ നാളെ എന്നോട് ചോദിക്കാൻ പോകുന്നത്, ഓഹോ അത് ശരി, അപ്പോൾ ഇവന്മാർക്കല്ല നിങ്ങൾ. അതല്ല പറയുന്നത്. സത്യസന്ധമായിട്ട് ബുദ്ധിയുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് ഇത് അപ്പം പറഞ്ഞില്ല?
എനിക്ക് ഇന്നും മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. എനിക്കിഷ്ടമല്ലാതെ ഒരാൾ എന്നോട് ഇറങ്ങാനെ മുറിയുന്നത് എന്ന് പറയാൻ എന്തിനാ, ആരുടെ പെർമിഷൻ വേണമെന്നാ? അത് അത് ശരിയല്ല. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, അത് ദൈവത്തെ വിചാരിച്ച് സിനിമാ സെറ്റിൽ നടക്കുന്ന പരാതികളോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പെരുമാറ്റ ദൂഷ്യങ്ങളോ ആ സെറ്റിൽ നിന്ന് നിങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ അടുത്ത പോലീസ് സ്റ്റേഷനിലും പ്രൊഡ്യൂസർക്ക് റിട്ടേൺ കോപ്പി, ആ പ്രൊഡ്യൂസറോട് കംപ്ലയിൻറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കോപ്പി അടുത്ത പോലീസ് സ്റ്റേഷനിലും കൊടുക്കുക. അല്ലാതെ 3 കൊല്ലം കഴിഞ്ഞ് പണ്ടിങ്ങനെ ഈ 3 കൊല്ലം അപ്പോൾ എവിടെയായിരുന്നു ഇദ്ദേഹം? അല്ല അങ്ങനെയൊന്നും ഇപ്പം ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു വാട്സാപ്പിൽ വേണ്ടാതിനെ എഴുതി അയച്ചു, അല്ലെങ്കിൽ ഒരു ഫോൺ വിളിച്ച് തെറി പറഞ്ഞു. പക്ഷെ നമുക്ക് ഈ നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ എന്താ പാട്? എൻ്റെ കയ്യിൽ ഒരു 10ഓ 20ഓ നമ്പറുണ്ട് ഫേക്ക് ഐ ഡിയിൽ, സത്യം പറഞ്ഞാൽ. പക്ഷേ എങ്ങും പറഞ്ഞിട്ടില്ല. ഞാനിത് അന്വേഷിക്കും, ഞാൻ ചുമ്മാ ഇരിക്കുന്നൊന്നുമില്ല. ഇതെല്ലാം പേര് മാറ്റി ഹിന്ദു മുസ്ലിം ആകും, മുസ്ലിം ഹിന്ദു ആകും. നമ്മളിതെല്ലാം കണ്ടുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നതും ഒക്കെ. പക്ഷേ എനിക്കതിനകത്ത് ഒരു പരാതിയില്ല. കാരണം അതുകൊണ്ട് അവർക്ക് കാശ് കിട്ടുമോ നമ്മളെ 4 തെറി വിളിച്ചാൽ? അങ്ങനെയുണ്ട്. ഓരോരുത്തരുടെ തോളത്ത് കൈവച്ചിട്ട് കേട്ടോളാം എന്ന് പറഞ്ഞ് ഇന്ന് നമ്മളെ 4 തെറി പറയുമ്പോൾ എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നെങ്കിൽ കിട്ടിക്കൊണ്ട് കേട്ടോ, നമ്മളായിട്ടൊരു വരുമാനം കളയണ്ടല്ലോ. പക്ഷേ അതിനൊരു വ്യവസ്ഥ കൊണ്ടുവരണം. അതെന്തുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയക്കാരും കൂടെ അതിനൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് ഇതുണ്ട്. കാരണം ഒരു സംഭവം നടന്നാൽ ഇത്ര ദിവസത്തിനുള്ളിൽ അതിൻ്റെ ബന്ധപ്പെട്ട പ്രൊഡ്യൂസർ അല്ലെങ്കിൽ അതിൻ്റെ സംവിധായകർ ഇതൊന്നും, അല്ലെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ നിങ്ങളത് കംപ്ലയിൻറ്റ് ചെയ്യണം. ഈ കുട്ടിക്കും വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഇല്ലേ? അത് പറയാതെ കൊണ്ട് നടന്നിട്ട് 3 കൊല്ലം മുമ്പ് ഇരിക്കാനായിരുന്നു. 15 കൊല്ലം മുമ്പുള്ള കഥ. 15 കൊല്ലം മുമ്പ് ഇതിൻ്റെ രൂപം പോലും ആർക്കും ഓർമ്മയില്ലല്ലോ. അപ്പം അത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കുറച്ച് ഒരു പാകപ്പിഴകൾ പലയിടത്തും ഉണ്ട്. അതിനൊക്കെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഈ പറഞ്ഞതുപോലെ അതെനിക്ക് തോന്നുന്നു വിഷ്ണുനാഥും രമേഷ് സാറും കൊണ്ട് വിചാരിക്കുകയാണ്. വിഷ്ണുനാഥാണ് എൻ്റെ കൊച്ചനിയനാണ് സാംസ്കാരികം തോന്നുന്നല്ലേ, ഞാൻ ശരിക്കും അല്ല പഠിച്ചു വരുന്നേ ഉള്ളൂ. എല്ലാം ആയി വരുന്നല്ലോ. അതാണ്. അപ്പം ഞാൻ ഇന്നലെ ഈ ന്യൂസ് കണ്ടപ്പോഴുള്ള ഓർമ്മയിൽ പറയുകയാണ്. അത് സത്യമാണെങ്കിൽ അത് അങ്ങനെ ഒരു സംഭവം കൊണ്ടുവരണം. ഇനി ഇങ്ങനെയുള്ള തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കണം. അതിന് സർക്കാർ തലത്തിലും ഒരു സംവിധാനം വേണം. ഈ പറയുന്നതിനോട്ട് അല്ലാതെ ഇപ്പം എങ്ങനെയാന്ന് വെച്ചാൽ ശിക്ഷ തീരുമാനിക്കുന്നതും ഏത് പറയണം ഏത് പറയണ്ടെന്ന് തീരുമാനിക്കുന്നതൊക്കെ സംഘടനയ്ക്കകത്തുള്ളവർ തന്നെ. അതൊന്നും മാറ്റിയേ പറ്റൂ. യാതൊരു സംശയം എനിക്കറിയാം വളരെ വ്യക്തമായിട്ട്. നിങ്ങൾ തന്നെ എന്നെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ, എന്താണ് മല്ലിക സുകുമാരൻ ലൂസ് ടോക്കറാണെന്ന് പറയാൻ കാര്യം ചോദിച്ചത്. ഞാനിങ്ങനെയുള്ള കാര്യം പറയും, അത് എത്ര പേർക്ക് ഇഷ്ടപ്പെടും? അപ്പം അത് പറഞ്ഞത് തെറ്റെന്നല്ല പറയുന്നത്. ആ ആ ഭയം ആരെയാണ് അവർ ഭയക്കുന്നത്? ഇത് പുറത്തു പറഞ്ഞാൽ ഇന്നാർക്കും ഇഷ്ടപ്പെടില്ല എന്നുള്ള ഭയം അവരാരെ ഭയക്കുന്നു? ആരാണ് അവരോട് ഇന്ന് ഈ വിഷയം പറയണ്ട എന്ന് പറഞ്ഞത്? എന്താ പറയാൻ പേടി? അപ്പം ഇവരും ഉണ്ടാ തെറ്റില്ലല്ലേ? അതുകൊണ്ടല്ലേ പറയാൻ പേടി. ഇപ്പോൾ ഞങ്ങളെ പോലെ ഒരാളാണ് പ്രസിഡൻ്റായിട്ടിരുന്നത്. ഞാൻ ചോദിക്കുക എന്താ പറഞ്ഞാൽ എന്താ? അത് മറ്റേ അദ്ദേഹം അല്ലല്ലല്ല, ഇദ്ദേഹവും ഈ കൊച്ചും ആ പെണ്ണും ആ സ്ത്രീയും എല്ലാം ഒരുപോലെ. തെറ്റാര് ചെയ്താലും പറയുക. പക്ഷെ പുറത്തു നിന്ന് പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിപ്പം നടക്കുന്നത് വളരെ രഹസ്യമാണെന്നും പറഞ്ഞ് എല്ലാം പറയും. പറയുന്ന ഡയലോഗ് എല്ലാം വിദേശത്ത് വരെ കേൾക്കുന്നുണ്ട്. ഉള്ള കാര്യം ഞാൻ തുറന്ന് പറയുക. അല്ലെങ്കിൽ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കും. വിദേശത്തിരിക്കുന്നവർ വരെ ഇവിടെ നടക്കുന്ന സംഭാഷണം കേൾക്കുകയാണ്. പിന്നെ പത്രക്കാർക്ക് കിട്ടാതിരിക്കുമോ? ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തർ എന്നിട്ട് അവരെ കുറ്റം പറയാം. ഇയാൾക്ക് ഇത് ആര് കൊടുത്തതോ? അവർ തന്നെ കൊടുത്തതാ. ഇത് തന്നെ. അങ്ങനെ വന്നിട്ട് ഓരോരുത്തർ കിടന്ന് വിഷമിച്ച് അയ്യോ ഇങ്ങനെ ചെയ്തു, എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി, ഞാനിപ്പോൾ ആത്മഹത്യ ചെയ്ത് മതി വേറൊരാൾ. എന്തിനാണ് ഈ ബഹളങ്ങളൊക്കെ? ഒരു കലാകാരന്മാരുടെ സംഘടനയായാലും ഒരു സാംസ്കാരികതായന്മാരുടെ സംഘടനയായാലും തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പബ്ലിക്കിനെ വിളിച്ചുകൂട്ടി പറയാനല്ല പറയുന്നത്. 4 ചുവരുകൾക്കുള്ളിൽ ഇരുന്ന് പറയുമ്പോൾ അത് തിരുത്താൻ അതിൻ്റെ നേതൃത്വത്തിന് സാധിക്കണം. അത് മന്ത്രിസഭയായാലും ചെറിയ സംഘടനകളായാലും അതുണ്ടായാൽ കുറേ പ്രശ്നങ്ങൾ ഈ പരസ്യപ്പെടുത്തി പുറത്ത് പറയാം, അതൊക്കെ തീരും. ഇതങ്ങനല്ല. അപ്പോൾ അവിടെ തടസ്സങ്ങൾ വരികയാണ്. ഇപ്പം പറയണ്ട അതാണ് ഞാൻ. അപ്പം എനിക്ക് ഒറ്റ ഇതേ ഉള്ളൂ സർക്കാരിനോട് പറയാനുള്ളത്. ഏത് ഫീൽഡായാലും ശരി, ഞങ്ങളുടെ കലാകാരന്മാരുടെ ഫീൽഡായാലും ശരി, ഒരു പ്രശ്നം വരുമ്പോൾ എന്താണ് ആ കുട്ടി അങ്ങനെ പറയാൻ കാര്യം എന്നുള്ളതിനെക്കുറിച്ച് ഒരു അന്വേഷണം വിടണമെങ്കിൽ അവർ സമയത്തറിയണം. 15 കൊല്ലത്തിന് മുമ്പ് ഇവരാണ് ഭരിച്ചെങ്കിലോ എന്ത് ചെയ്യും? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവർ കണ്ടുപിടിക്കാൻ പറ്റുമോ? പിന്നെ ഇങ്ങനെ പോയി ആ കുട്ടി പറയുന്ന എല്ലാം തെളിവ് സത്യമാണ് എന്ന് പറയാനാണെങ്കിൽ ഈ തെളിവ് എവിടെ വെച്ചിരുന്നു 15 വർഷം? ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിക്ക് ചെയ്യാൻ പഠിക്കണം, ആളായാലും പെണ്ണായാലും, അല്ലേ?
അപ്പം അത് പറയുന്നവനെ പിന്നെ വലിയ ശത്രുവായി കാണും. അത് ഏത് ഫീൽഡിലുള്ളതാ. ഇപ്പൊ അത് ആ അത് എന്ന് പറയുന്നതല്ല, ചെറുപ്പക്കാരപ്പം ഇഷ്ടപ്പെടുന്നത് ഇമ്മീഡിയറ്റ് ആക്ഷനാണ്, അതെ. അല്ലേ? ഉം. അപ്പം ഇന്നലെ തന്നെ അദ്ദേഹം വന്ന് പറഞ്ഞ മറ്റേ ആശാ വർക്കേഴ്സിൻ്റെ കാര്യം, മറ്റേ വയസ്സായയുടെ കാര്യം, ഇതിനൊക്കെ ഇന്ന് നേരം വെളുത്തപ്പോഴത്തേക്ക് നമുക്ക് കേൾക്കുന്നത് അയ്യോ അത് നന്നായി കേട്ടോ. ഉം. അപ്പം ഞാൻ പറഞ്ഞത് പറയുന്ന കാര്യങ്ങൾ വലിയ ഡിലേ ഇല്ല ചെയ്യുക. അപ്പോഴായിരിക്കും ഏതെങ്കിലും പാർട്ടിക്കാർക്ക് തങ്ങൾക്ക് കിട്ടുന്ന പ്രയോജനങ്ങൾ ഇല്ലാതാവുന്നു എന്ന് കാണുമ്പം ചെറിയ ചൊറിച്ചിൽ ചൊറിച്ചില് തുടങ്ങും. വരും. ഒരു പരിധി വരെ ഈ വലിയ നേതാക്കന്മാർക്ക് ചീത്ത വാങ്ങിച്ചു കൊടുക്കുന്നത് മുഴുവനും അണികളാന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം അണികൾക്ക് കേൾക്കുമ്പോൾ സൂചിച്ചൊന്നും വരില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. അതാണ് അവരങ്ങനെയാണ് അവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ അവർ പറയാം ഉം. ചെയ്യുന്ന തെറ്റ് ഇപ്പം ഇന്ന് ഒരു സംഭവം നടന്നു. അതിനി പണം തട്ടിക്കലാട്ടെ, പണം കടത്തിക്കൊണ്ട് പോകലാട്ടെ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു വേണ്ടാതീനമാട്ടെ, ഒരാണ് പെണ്ണിനോട് ചെയ്തോ ഒരു പെണ്ണ് ആണിനോട് ചെയ്തോ ആകട്ടെ, ഒരു സമയപരിധി വയ്ക്കുക. ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങളിത് പറയണം, ജനം അറിയണം, അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയണം, അല്ലെങ്കിൽ വകുപ്പ് മന്ത്രി അറിയണം. ഉം. അങ്ങനെ ഒരു വ്യവസ്ഥ കൊണ്ടുവന്നാൽ കുറേയൊക്കെ നല്ലതാണ്. നമുക്ക് ഇങ്ങനെ ഈ ഒരു ഇപ്പോൾ എവിടോട്ടല്ലേ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ വലിയ ഫംഗ്ഷനൊക്കെ പോയി ടൈയൊക്കെ ഇട്ടിട്ട് എന്താ ചേച്ചി ആകെ മൊത്തം പ്രശ്നമല്ല അവിടെ ഉം. ചോദിക്കുമ്പോൾ നമുക്കൊരു ജാള്യതയാണ് അതൊക്കെ. എന്ത് ചെയ്യും നമ്മളെ ഈ ലിസ്റ്റിൽ അല്ല, അങ്ങനെ നമുക്കൊരു വിഷമമുണ്ട്. അത് അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. വളരെ മാന്യമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ സംഘടന പോലും ഇപ്പം എന്നും അടിയും പിടിയും കളവൊക്കെ എൻ്റെ അടുത്ത് ഇന്നലെ ആരോട് ചോദിച്ചല്ലോ, എന്താ ഞാൻ ഒരു പിടിയില്ല. എല്ലാം കേട്ട് കേൾവിയും വോയിസ് മെസ്സേജും ഒക്കെ കേട്ടുള്ള അറിവേ എനിക്കുള്ളൂ. ഞാൻ ഒന്നാമത്തെ കാര്യം അവിടെ അങ്ങനെ പോയിട്ടേ ഇല്ല, കെട്ടിടത്തിലേ കയറിയിട്ടില്ല ഞാൻ ഇതുവരെ. അമ്മയുടെ ഇല്ല, ഇതിൽ ഞാൻ പോയിട്ട് കെട്ടിടമേ കണ്ടിട്ടില്ല. അതെന്ത് പറ്റി? അല്ല, എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ നമുക്ക് പോകേണ്ട പ്രായമൊക്കെ വെച്ചാൽ അവിടെ ചുമ്മാ വെറുതെ ആ. പോയിരിക്കുന്നവരുണ്ട് ഒരുപാട് പേര്. ഒരു കാര്യമില്ലെങ്കിലും ഭാരവാഹിത്വം ഇല്ല, ഒന്നുമില്ല, ചുമ്മാ അവിടെ പോവുക ഇരിക്കുക. രാത്രി 10 മണിയായാലും 12 മണിയായാലും അവിടെ അതൊക്കെയാണ്, അതെല്ലാം തെറ്റാണ്. ഒരു ഓഫീസിന് ഒരു വർക്കിംഗ് ടൈം വെക്കണം. 10 to 6 അല്ലേ, 9 to 5. 5 മണിക്ക് പൂട്ടി പോകണം. പിന്നെ അവിടെ ആരെയും കയറ്റരുത്. അവിടെ കയറ്റി ഇരുന്നിട്ട് ഇവരെന്തൊക്കെ ചെയ്യുന്നത് ആർക്കറിയാം. ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ചിലർ പറയുന്നു അയ്യോ ഞങ്ങൾ പറഞ്ഞത് റെക്കോർഡ് ചെയ്തേ, ഞങ്ങൾ പറഞ്ഞത് ഷൂട്ട് ചെയ്തേ. അതിനൊക്കെ ഒരു അവസരം കൊടുത്തിട്ടല്ലേ. ഉം. ഒരു ഓഫീസായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അവർക്ക് കാണണമെങ്കിൽ അവരുടെ ആരുടെങ്കിലും വീട്ടിൽ പോയി ഇതിനും കൂടെ കണ്ട് സംസാരിക്കട്ടെ. ഉം. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലിയ ശത്രുവാണെന്നാണ് വിചാരം. എന്നാൽ പോട്ടെ, അവർക്ക് കുറേ ലോകപരിചയമുണ്ട്, കുറേ പ്രായമായ സ്ത്രീയാണ്, 54 വർഷമായിട്ട് സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളാണ്, എത്രയോ കണ്ടു കാണും ആ സ്ത്രീ. ഉം. അതുകൊണ്ടായിരിക്കുമല്ലോ അതൊക്കെ പറയുന്നത്. അതെ, അതെ. എന്ന് ഒരു നല്ല രീതിയിൽ ചിന്തിക്കാനുള്ളൊരു മനസ്സില്ല ആർക്കും. അവിടെയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ. ഉം. ഇപ്പൊ അമ്മ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തില് ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ ആൾക്കാര് ഇപ്പൊ ആ നമ്മൾ എന്തുകൊണ്ട് ഇത് പറയാൻ വൈകി എന്ന് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ആ കുറച്ച് പെൺകുട്ടികളുടെ വീഡിയോ ചെയ്യുന്നത്. ഇപ്പൊ 15 വർഷം മുന്നേ ഇന്നത്തെ അത്രയും പെണ്ണുങ്ങൾ അത്ര ബോൾഡ്, ഇപ്പൊ കുറച്ചും കൂടെ ആൾക്കാരെ എല്ലാം ആ തുറന്ന് പറയാൻ തുടങ്ങി. അപ്പൊ 15 വർഷം പേടിയ കൊണ്ടാണോ ബോൾഡ്നെസ് വരുന്നത്? അല്ല, അവര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അവര് ബോൾഡ് ആയിരുന്നല്ലേ, പറയാൻ പേടിയായിരുന്നു എന്ന്. അപ്പൊ അമ്മയും ഇത്രയും നാളും ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണല്ലോ ഫീൽഡില്. അപ്പൊ അന്നത്തെ ഒരു കാലഘട്ടത്തിലെ പെൺകുട്ടികൾക്ക് ഇന്നത്തെ കാലഘട്ടത്തെ കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ വാക്കിന് കുറച്ചും കൂടെ ബോൾഡ്നെസ് ഇപ്പോഴാണോ? മനസ്സിലായി. ഇപ്പം ഞാൻ ഒരു മോളൊരു തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. 35 വയസ്സായ ഒരു സ്ത്രീ പറയാണ് എന്നെ 15 വർഷം മുമ്പ് ഒരുത്തനിങ്ങനെ, അപ്പം അവർക്ക് 20 വയസ്സ്. 20ാമത്തെ വയസ്സിൽ ഇല്ലാത്ത ബോൾഡ്നെസ് 35ൽ വന്നു. പക്ഷേ ഈ 15 വർഷം ആർക്ക് നഷ്ടപ്പെട്ടു? അതെ അതെ ആ കുട്ടിക്കല്ലേ. അതെ അതെ അച്ഛനും തീർച്ചയായും. ഒന്നും ഇല്ലയോ വീട്ടിൽ? അതെ പോട്ടെ, ഇനി അച്ഛനും അമ്മ ഇല്ലാത്തൊരു കൊച്ചാതിരിക്കട്ടെ, ആരെങ്കിലും കാണുമല്ലോ. ഒന്നുമില്ലെങ്കിൽ ആരോടും അയ്യോ ഇങ്ങനെയാണ് അമ്മ, ആൾ ശരിയല്ല ഉം. എന്ന് അമ്മയോടോ കുഞ്ഞമ്മയോടോ അപ്പൂപ്പനോടോ അമ്മാവനോടോ എന്ന് പറഞ്ഞിട്ട് അതിനൊരു ഹെൽപ്പ് അന്വേഷിച്ചൂടെ? തീർച്ചയായും. അതിൻ്റെ മനസ്സ് വരാത്ത ഒരാൾ പിന്നെ എങ്ങനെയാണ് 35ാമത്തെ വയസ്സിൽ അത് വന്നത്? അപ്പോൾ എന്താ പിന്നെ അതിൻ്റെ പിന്നിൽ ആരുടെയെങ്കിലും പ്രേരണയായിരിക്കും? നീ പറ. അതോടുകൂടി അവൻ പഠിക്കും. ഉം. ഇത് രണ്ടിലേതെങ്കിലും ഒന്നാണ് സത്യം. അല്ലാതെ 15 വർഷം കൊണ്ടൊരു കുട്ടിക്ക് ബോൾഡ്നെസ് അങ്ങോട്ട് ഉണ്ടായിട്ട് ഇറങ്ങി നിന്നങ്ങ് പ്രസംഗിക്കാം എന്നൊന്നും വിചാരിച്ചാലൊന്നും അത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കത്തില്ല. ഒന്നുമില്ലെങ്കിൽ ആരോ പറഞ്ഞിട്ട് പറയണ്ടെന്ന് പറഞ്ഞ് തടസ്സപ്പെടുത്തി കാണും. ഉം. അങ്ങനെയായിരിക്കും ആ കുട്ടിക്ക് ഇനി പറഞ്ഞാൽ ഇനി അവരെല്ലാവരും കൂടെ നമ്മുടെയൊക്കെ തെറ്റുമെന്ന് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് 15 വർഷം കഴിഞ്ഞ് ഒരുത്തനെ ഒന്ന് നശിപ്പിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇവരോട് ഇതേ ആൾക്കാർക്ക് തന്നെ അതെ പറഞ്ഞു അതെ അതെ ഇപ്പം പറ, ഇപ്പം നിനക്ക് ഏതായാലും കല്യാണം കഴിച്ചു വെച്ചാൽ. അപ്പം ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കും ഈ പിള്ളേരൊന്നും കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, എന്താണ് ഇപ്പം ഈ വീട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും നാണക്കേടല്ലേ ഇതൊക്കെ വൃത്തികളെ. ശരിയാണ്. പക്ഷേ അതൊരു വെപ്പണായിട്ട് യൂസ് ചെയ്യാണ് അതാണ് ആൾക്കാർക്കെതിരെ. ആ ഇപ്പം നമ്മൾ കേൾക്കുന്ന തെറ്റുകൾ നമുക്ക് ഈ ലോകത്ത് നടക്കാത്തതല്ലോ. അല്ല അല്ല അല്ല
എത്രയോ ആയിരക്കണക്കിന് തെറ്റുകൾ ഇതുപോലെ നടക്കുന്നു അല്ലേ? തീർച്ചയായും. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ശിക്ഷ കിട്ടാനായിട്ട് പിന്നെ കോടതി കേസ്, പെണ്ണിൻ്റെ വീട്ടുകാർ, ഓ കഷ്ടമാണ് അച്ഛനമ്മമാരുടെയൊക്കെ അവസ്ഥ. അതുകൊണ്ട് പയ്യൻ്റെ അവിടെ ആൺപിള്ളേർ പിന്നെ എങ്ങനെയെങ്കിലും പോയി എന്ന് പറയുന്നത് പറയും. ഈ പെൺകുട്ടിക്ക് ഒരു അതെ, സഹായം അതെ, വേണ്ടേ അതെ, അച്ഛനും അതെ, അമ്മയോ? അതെ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ അച്ഛനായാലും അമ്മയായാലും അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഏതെങ്കിലും അധ്യാപകരുമായിട്ടെങ്കിലും രഹസ്യമായിട്ട് ചർച്ച ചെയ്ത് സാർ ഇങ്ങനെ ഒന്ന് എഴുതി അത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അത് ഞാൻ എന്താ ചെയ്യേണ്ടത് ഒരു അഭിപ്രായമെങ്കിലും ചോദിച്ചത് അത് തീർച്ചയായും, മനസ്സിലാക്കുക. തീർച്ചയായും. ആ ഒരു ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെ ധൈര്യക്കുറവുണ്ടോന്നൊന്നും ഇല്ല, ഞാൻ ഇല്ല, ഇല്ല, ഇല്ല. അതിനൊക്കെ നല്ല ധൈര്യമാണ്. ഇപ്പത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് അയ്യോ അയ്യോ അത് ബോൾഡ്നെസ് പണ്ട് ഉണ്ട്. ഈ പറഞ്ഞ പോലെ നാട്ടിൻപുറത്തെ കുട്ടികൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ അതെ. സംഭവിക്കുമ്പോൾ ഒരു പക്ഷേ അത് എങ്ങനെയാണ് അതിന്റെ പതറിപ്പോകുന്ന. സംവിധാനം എന്നുള്ള അറിവില്ലായ്മയിലൂടെ വരാം അതെ, അതെ, അല്ലേ? അതെ. ആ പോട്ടെ മക്കളെ ഇപ്പൊ തൽക്കാലം അറിയണം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ഈ അമ്മമാര് തന്നെ ചിലപ്പോൾ അത് മറച്ചു വെക്കും. നാണക്കേട് പിന്നെ വിചാരിച്ചിട്ട്. നാണക്കേട് അതെ. വിചാരിച്ചിട്ട് ഇനി നാളെ ഒരു കല്യാണം വന്നാൽ എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായി പോകും ഏഹ്, എന്നൊക്കെ വിചാരിക്കത്തില്ലേ? അപ്പം അങ്ങനെയൊക്കെ അന്ന് ഇന്നതൊക്കെ മാറി. പുതിയ അത് ജനറേഷൻ എന്ന് തീർച്ചയായും. പറയുന്നത് ഇപ്പോൾ പണ്ട് ഞാനൊക്കെ പറയാറുണ്ട്. ഇപ്പം ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ ഒക്കെ പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ ഒന്നുമില്ലേ എഞ്ചിനീയർ, അല്ലെ അല്ലെ ഡോക്ടർ, ഡോക്ടർ. അല്ലെ വക്കീൽ, ഈ 3 ജോലിയെ പറ്റി അറിയാവൂ. ഇന്ന് എൻ്റെ കൊച്ചുമക്കളോട് ഞാൻ പറയാം അമ്മൂമ്മ എന്തിനാ അമ്മൂമ്മ ഈ ഫിസിക്സ് ഒക്കെ പഠിക്കുന്നത് എന്ന് ചോദിക്കുന്ന കൊച്ചുമക്കളാണ്. അമ്മൂമ്മ വലിയ കാര്യത്തിൽ കെമിസ്ട്രി മെയിൻ എടുത്തുള്ള ഇക്വേഷനൊക്കെ കൂടെ കാണാതെ പിടിച്ചു എന്തെങ്കിലും ഒരു ഇക്വേഷൻ ഇപ്പം അമ്മൂമ്മയ്ക്ക് ഓർമ്മയില്ല. പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന നക്ഷത്രയാണ് എൻ്റെ വീട്ടിൽ. ഇതിനെൻ്റെ രണ്ടാമത്തെ മോൾ. അതെ, ഞാൻ അതെ, അതെ. അതിശയിച്ചു പോയി. സത്യമല്ലേ? ആ കെമിസ്ട്രി കൊണ്ട് ഞാനിപ്പോൾ എന്തോന്ന് ചെയ്യുന്നെന്നാ ഒന്നും ചെയ്യുന്നില്ല. അവർക്കറിയാം അവർക്ക് ഏതാണ് വേണ്ടത്. ഇൻട്രസ്റ്റ്. ആ കോഴ്സ് എവിടെ ഉണ്ടെന്ന് വരെ ഇപ്പം നെറ്റിലൂടെ പിള്ളേർ കണ്ടുപിടിക്കും. അത്ര അപ്ഡേറ്റഡ് ആയി. അത്രേ ഉള്ളൂ. നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള കോഴ്സ് പഠിപ്പിക്കാൻ എവിടെയാണോ അതിൻ്റെ കോഴ്സ് ഉള്ളതെന്ന് വെച്ചാൽ അവിടെ അവിടെ വിടുക. വിടാം. അപ്പം അത്രയ്ക്ക് ജനറേഷൻ മാറിപ്പോയി. ഉം. അതിൻ്റെ ഇടയിലാണ് ഇവിടെ കിടന്ന് 15 വർഷത്തെ തോളിൽ തോണ്ടിയതും. യ്യോ എൻ്റെ ദൈവമേ. ഇത്രയും നിലപാടുകൾ ഉറച്ചു പറയുന്ന അമ്മയ്ക്ക് പാർട്ടിയിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഒരു സ്ഥാനം വഹിക്കണം എന്നുണ്ടെങ്കിൽ അത് ഏതൊരു വകുപ്പായിരിക്കും കൈകാര്യം ചെയ്യാൻ? ഈ പാർട്ടിയിൽ ഇങ്ങനെ ഈ മന്ത്രിസഭ അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു സംഭവം സജീവമായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. അത് ഞാൻ മിക്കവാറും തുടങ്ങാം. അത് യൂട്യൂബ് അല്ല. എക്സ്ക്ലൂസീവ് ആയിട്ട് അത് അല്ല പറയാൻ. യൂട്യൂബ് എന്നുള്ളതല്ല. എനിക്ക് ഈ പറഞ്ഞതിലോട്ട് ഒരുപാട് പേര് എൻ്റെ അടുക്ക വന്ന് പറയുന്ന സങ്കടങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതൊരു പരിഹാരം എന്നോണം ഒരു നമുക്കെന്താ പറയുക നമുക്ക് അല്ലെ വി ആർ ഹിയർ വിത്ത് യു എന്നുള്ള രീതിയിലുള്ള എന്തെങ്കിലും ഒരു സംഭവത്തിന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെയും ഗവൺമെൻറ്റിൻ്റെയും ഇടയിലുള്ള ഒരാളായി. ഒരാളായിട്ട്, അല്ലാതെ ഞാൻ ഗവൺമെൻറ്റിൽ കയറി ഇതിട്ട് അവരുടെ ശമ്പളവും വേണ്ട എനിക്ക് ഒന്നും വേണ്ട. അപ്പം അതിനില്ല ഞാനില്ല. അപ്പം അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ശരിയല്ല. പക്ഷേ ഞാനെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് ചെയ്യാവുന്ന ഒരു കാര്യം സിനിമാ സംബന്ധിയാണോ അല്ലാത്തതാണോ എന്താണെന്നൊക്കെ ഉള്ളത് എനിക്ക് എൻ്റെ മനസ്സിൽ ചില ഐഡിയാസ് ഉണ്ട്. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ അതിനൊക്കെ ഇനിയിപ്പോൾ യാത്ര എങ്ങനെയൊക്കെ ഒരുപാട് ചെയ്യേണ്ടി വരുമോ അതിനുള്ള ആരോഗ്യമുണ്ടോ അതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും അതെനിക്ക് ചിലപ്പോൾ ചിലർ പറഞ്ഞത് കേൾക്കുമ്പം ഒരു അഡ്മിഷൻ്റെ നിസ്സാരം ഒരു സ്കൂളിലെ അഡ്മിഷന് പോലും അതങ്ങനെ. പിന്നെ എൻ്റെ അടുത്ത് അത് ഞാൻ പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഒരു മുൻ മന്ത്രി എൻ്റെ അടുത്ത് പറഞ്ഞു. അതായത് ഒരു കുട്ടി ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. ആ കുട്ടിക്ക് ടെസ്റ്റ് എഴുതിയപ്പോൾ 13ാമത്തെ റാങ്കോ മറ്റോ ഉണ്ട് ഒരു പ്രത്യേക വകുപ്പിൽ. അപ്പോൾ അവിടെ കുറേ പേരെ എടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ഞങ്ങൾ കുറേ പ്രാവശ്യം പോയി ഞങ്ങൾക്ക് മന്ത്രിയെ എം എൽ എ ഒന്നും കാണാൻ ഒക്കില്ല അമ്മ. അപ്പോൾ ഞങ്ങളിത് ഞങ്ങളുടെ വാർഡിലെ കൗൺസിലർ പറഞ്ഞു ഞാൻ ചോദിച്ചു പറയാമെന്ന്. പക്ഷേ ഇതുവരെ ഒന്ന് അപ്പം ഞാൻ വെറുതെ ഒന്ന് മിനിസ്റ്ററെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു സാറേ ഇപ്പോഴല്ല കേട്ടോ ഇത് 5-6 മാസം മുമ്പാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെ ഒരു കുട്ടിക്ക് 13th റാങ്ക് ഒക്കെ ഉണ്ടെന്നാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. പക്ഷേ അതിനെ ഇതുവരെ ഒരു ഇൻ്റർവ്യൂവിനോ അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു മടിയുമില്ലാതെ അദ്ദേഹം അതാണ് ഞാൻ ആദ്യമേ ഈ പാർട്ടി അണികൾ എന്ന് പറയുന്നത്. ആ, പലരും ചെയ്യുന്ന ഇതുമാതിരി പ്രവർത്തികൾ കൊണ്ട് മുഖ്യമന്ത്രിമാരെ ചീത്ത കേൾക്കേണ്ടി അതെ, വരുന്ന അതെ, അതെ, ഒരവസ്ഥയാണ്. അതെ. എന്നോട് പറഞ്ഞു അല്ല അത് ചേച്ചി അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതൊരു പാർട്ടിക്കാർക്കാണ് അത് റിസർവ് ചെയ്ത്. ഞാൻ പറഞ്ഞു അപ്പോൾ ഈ റാങ്കിന് എന്താ വില? അല്ല അതല്ല ഓഫ്കോഴ്സ് അത് ആ കുട്ടി എഴുതില്ലെന്നില്ല അത് നമ്മൾ പിന്നീട് പരിഗണിക്കും. പക്ഷേ ഇപ്പോൾ ഉള്ള ഈ ഒരു 5-6 വേക്കൻസി എന്ന് പറയുന്നത് അങ്ങനെ ഓ, ഒരിക്കലും ഒരു ചെയ്യാൻ മന്ത്രി പാടില്ല. എന്നെപ്പോലൊരു സ്ത്രീയോട് പറയാൻ പാടില്ല. ഇത് അറിയാൻ വയ്യാത്തവരോട് വേണേൽ പറയാം. അതെ. ഞാൻ പറഞ്ഞു എങ്ങനെ ടെസ്റ്റ് എഴുതിയാലും ആ കുട്ടി ഇന്ന പാർട്ടിയാണോ നോക്കിയിട്ടേ നിങ്ങൾ ജോലി കൊടുക്കുള്ളൂ. അത് പറയില്ല എന്നോട് പറഞ്ഞിരിക്കട്ടെ. അപ്പോൾ പിന്നീട് ഞാൻ അന്വേഷിച്ച് പുള്ളി എല്ലാവരോടും അങ്ങനെ പറഞ്ഞത് അത് പാർട്ടിക്കാർക്ക് വേണ്ടിയുള്ള പോസ്റ്റുകളാണ്. ഓ. അതൊക്കെ പറയുമ്പോഴാണ് നമുക്കൊരു വിഷമം. അതെ, അപ്പോൾ അതെ. അവർ കേൾക്കുകയാണെങ്കിൽ പിന്നെ മേലാൽ ആ പാർട്ടിക്ക് അവർ വോട്ട് ചെയ്യൂ. ഇല്ല. ഇതിങ്ങനെ ഈ അബദ്ധവശാൽ ഒരു സ്വാർത്ഥത വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെയാണോ എൻ്റെ പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്നതാണെന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞതുമായിരിക്കാം. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുന്ന വാചകങ്ങൾ അവസാനം വന്ന് ചാടുന്നതും ആ പഴി കേൾക്കുന്നതും ഒക്കെ മുഖ്യമന്ത്രിമാർ അതെ, അതെ. കണ്ട ഇങ്ങനെയാണ് മന്ത്രിയാക്കി അദ്ദേഹം വെച്ചിരിക്കുന്നത്. അദ്ദേഹം ചിലപ്പോൾ അറിയുന്ന പോലും ഇല്ല ഈ പറയുന്നത്.
അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം പറയാൻ കാര്യം. കാരണം ഒരാൾ തെറ്റ് ചെയ്താൽ അതിപ്പോൾ എല്ലായിടത്തും അങ്ങനെയാണ്. ഏത് സംഘടനയായാലും ഒരാൾ ചെയ്യുന്ന തെറ്റ്, ഒരാൾ പറയുന്ന വാചകങ്ങൾ അതൊക്കെ അളന്ന് കുറിച്ച് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. തീർച്ചയായും. അവർക്കും അറിയാം ഞാൻ ഈ കാണിക്കുന്നത് തെറ്റാണെന്ന്. പിന്നെ വിട്ടുവീഴ്ച എന്ന് പറയുന്നത് ഈ ഈഗോ കയറി പിടിക്കുക. അത് പ്രത്യേകിച്ച് സിനിമാക്കാർക്ക് അത് വളരെ കൂടുതൽ. മിണ്ടരുത് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് വിരട്ടി കഴിഞ്ഞാൽ തീർന്നു. അയ്യോ ഇനി അങ്ങനെ പടത്തിന് വിളിച്ചില്ലെങ്കിലോ എന്ന് വളരെ സങ്കടം വരുന്നവർ കാണും. അതേപോലെയാണ് പാർട്ടിയിലും. ദൈവമേ നമുക്കൊരു കാര്യം ഉണ്ടെങ്കിൽ ചെന്ന് ഞാൻ ചെയ്തു തരത്തില്ല കേട്ടോ, വേണ്ട അങ്ങനെ തന്നെ പോയാൽ മതി എന്ന്. ഇതാണ് ഒരു കുഴപ്പം. അത് ആ സിസ്റ്റം ഈ പറയുന്നതിലോട്ട് ബഹുമാനപ്പെട്ട ശ്രീ വി ഡി സതീശനെങ്കിലും ഒന്ന് മാറ്റിയെടുക്കണം. കാരണം ഡിസേർവിങ് ആയിട്ടുള്ളവർക്കുള്ള കാര്യം അത് ചെയ്യണം. അതെല്ലാ മന്ത്രിമാരോടും. അല്ല എന്ന് വിചാരിച്ചപ്പോൾ അവരുടെ ഒരു ഞാൻ ഇന്നലെ പറഞ്ഞില്ല, ആ കുട്ടിയെ എടുത്ത് പോലീസുകാരടിച്ചത് തെറ്റാണ്. എനിക്കും ആ അടി കണ്ടപ്പോൾ എനിക്ക് തോന്നി. കാരണം നല്ലതുപോലെ എനിക്കൊരു വിഷമം തോന്നി. എൻ്റെ മക്കളാണെങ്കിലും ആലോചിച്ചു, അച്ഛനമ്മ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊരു പ്രയാസമേ. അപ്പോൾ അവർക്ക് ശിക്ഷിക്കാം. അവർ ഒരുപാട് പോലീസുകാരുണ്ട്, തൂക്കിയെടുത്ത് വണ്ടിയിലിട്ടം കൊണ്ടുപോയി അവരെ അതിനൊരു റോഡിലിട്ട് അടിയോടടി. അപ്പം ഞാനതൊക്കെ അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവങ്ങൾ വരുമ്പോൾ അതിൽ നിന്നൊക്കെ കേരളം ഒന്ന് ഈ പറഞ്ഞതിലോട്ട് രക്ഷപ്പെടണം. അതിൽ നിന്നൊക്കെ മോചിപ്പിച്ച് നമ്മൾ ജാതി മതഭേദമൊക്കെ ഇങ്ങനെ ഊന്നി ഊന്നി. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ജാതി? ഞങ്ങൾ വിമൻസ് കോളേജിൽ 10ഉം 15ഉം പേരുടെ അന്നൊക്കെ എല്ലാവരും വീട്ടിൽ നിന്ന് ചോറ് കൊടുത്തയക്കുക. ഞങ്ങൾ കയ്യിൽ കൊണ്ടുവന്ന പരിപാടി അന്നില്ല. നിസ്സാര പൈസയുള്ള 50 രൂപ കൊടുത്താൽ മതി. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ചോറ് വിമൻസ് കോളേജിൽ കൊണ്ടുതരും. പാത്രത്തിൽ അപ്പം 5-8-10 പേർക്ക് ഒന്നിച്ച് വരും. അപ്പോൾ ഒരു മരത്തിൻ്റെ മൂട്ടിലിരുന്ന് ഞങ്ങളിത് തുറന്ന് വെച്ചിട്ട് ആരുടെ പാത്രമാണെന്ന് പോലും അറിയാം. അതെന്തുവാ അത് എടുത്താൽ കഴിച്ചുള്ളതാണ്. അപ്പോൾ അത്രയും ഒരു ഞങ്ങളൊക്കെ തമ്മിലുള്ള ഒരു യോജിപ്പ് ആ ഒരു ഒറ്റക്കാലത്തിലാണ് ഞാൻ ആർട്സ് സെക്രട്ടറി ആയിട്ട് പ്രീ ഡിഗ്രി 2ാമത്തെ വർഷം പഠിക്കുമ്പോൾ ഇന്നേ വരെ രേഖപ്പെടുത്താത്ത ഭൂരിപക്ഷത്തിൽ ഞാൻ ജയിച്ചതും ഞങ്ങളുടെയൊക്കെ ഒരു പെരുമാറ്റം കൊണ്ടാണ്. ഞങ്ങളൊക്കെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരായിരുന്നു അന്ന് പഠിക്കുന്ന കാലത്തൊക്കെ. അപ്പോൾ അത് എനിക്കത് അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് കേരളം തിരിച്ചു പോകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതെല്ലാം ഇപ്പം ഇത് ഞങ്ങൾ പറയുന്നത് എല്ലാ ജാതി ഉള്ള ആൾക്കാരും അത് ചിന്തിക്കണം. ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും അല്ലേ. ഞാൻ എപ്പോഴും പറയും. അപ്പം എന്താണെന്ന് വെച്ചാൽ അവർ ധരിക്കേണ്ടത് അങ്ങനത്തെ ഒരു രാജ്യമാണ് നമ്മുടെ ഒരു ഇന്ത്യയും കേരളവും ഒക്കെ. നമുക്കറിയാൻ വയ്യാത്ത ഒരു സംഭവമാണ് ഇത്. വേറെ പുറത്തൊക്കെ ഉണ്ടോ എന്താണെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ഓരോരുത്തരത്തിൽ ചെല്ലുമ്പോഴും അവനവൻ്റെ ആൾക്കാരെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്ന സന്ദേശങ്ങളിൽ ഒരല്പം ജാതി കുറച്ച് കൂടുതലായിട്ട് അത് വേണ്ട എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതില്ലാതിരുന്നാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ നാട്ടിൽ തീരും, കുറയും. അപ്പം അങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ പുതിയ മന്ത്രിസഭയ്ക്ക് സാധിക്കട്ടെ എന്ന്. അപ്പൊ അമ്മ പറഞ്ഞു തന്നത് അമ്മ ഒരു പുതിയ ഒരു കാര്യം തുടങ്ങാൻ പോകുന്നത്. അല്ല തീർച്ചയായിട്ടും അത് ഞാൻ പറയാൻ കാര്യതാണ്. കാരണം ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ ഈ മദേഴ്സ് ഡേ പ്രമാണിച്ച് 2-3 പരിപാടിക്ക് പോയി. വലിയ പരിപാടികൾ. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ എന്നെക്കാട്ടിൽ വിവരമുള്ളവർ ഡോക്ടർമാരും മറ്റ് ഒരുപാട് സയൻറ്റിസ്റ്റുകളും അവരും ഇവരൊക്കെ ഇത് പറയുന്ന ആ വർത്തമാനത്തിൽ പങ്കുചേരുമ്പം ശരിയാണല്ലോ ഇവർ പറഞ്ഞത്, അങ്ങനൊരു സംവിധാനം വാസ്തവത്തിൽ ഇവിടെ വേണ്ടതാ എന്നൊക്കെ നമുക്ക് തോന്നും. പിന്നെ എൻ്റെ സഹോദരനോട് വന്ന് പലപ്പോഴും അമേരിക്കയിൽ നിന്ന് ചേട്ടൻ ഇവിടെ 4-5 മാസം കാണും. ഓരോരുത്തരും പറയുന്ന സംഭവങ്ങളൊക്കെ കേൾക്കും. ചേട്ടനാണെങ്കിൽ പിന്നെ അങ്ങനത്തെ അയ്യോ കേരളം എന്ന് പറഞ്ഞാൽ അങ്ങ് കൊള്ളാം. ഏതാണ്ട് 10-40 വർഷമായിട്ട് അമേരിക്കയിലാണെങ്കിലും കേരളം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സർവത്ര അങ്ങ് എല്ലാം കേരളത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വിചാരിക്കും അയ്യോ ശരിക്കും ചേട്ടന് തോന്നുന്നത് പോലെ എല്ലാവർക്കും തോന്നിയിരുന്നെങ്കിൽ എന്നൊക്കെ എനിക്ക് തോന്നും. അപ്പോൾ അതെല്ലാം കൂടെ കേട്ട് ഞാൻ വിചാരിച്ചു ഒരു തേർഡ് പേഴ്സണായിട്ട് നിന്നിട്ട് ഇങ്ങനൊരു പ്രശ്നമുണ്ട് സാർ, അത് ചെയ്ത് കൊടുത്താൽ കൊള്ളാം എന്ന് നമ്മൾ സത്യസന്ധമായിട്ട് തെളിവ് സഹിതം കൊടുത്താൽ അല്ല തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം കാണണം എന്ന് പറയാൻ മനസ്സുള്ള മന്ത്രിമാരടങ്ങുന്ന ഒരു ഭരണം ഈ നാട്ടിൽ വരണമെന്നാണ്. അത് ഞാൻ ചിലപ്പം ചെയ്തെന്നിരിക്കും. അത് യൂട്യൂബിൽ കൂടെ ഒക്കെ ലോകം മുഴുവൻ കളിക്കാനല്ല. എന്താണ് മല്ലിക ചേച്ചി ഇന്ന് ആരുടെ കാര്യമാണ് പറയുന്നത്, അല്ലെ ആർക്ക് വേണ്ടിയാണ് ഇന്ന് സംസാരിക്കുന്നത് എന്ന് ഒന്ന് തോന്നൽ വന്നിട്ട് കാണണം. അപ്പം അതാണ്. അല്ലാതെ എനിക്ക് എൻ്റെ സിനിമയെ പറ്റിയോ എൻ്റെ മക്കളെ മറ്റേ ആ പടം അഭിനയിക്കുന്ന ഈ പടം അതൊന്നല്ല. നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു? അത് എനിക്കൊരു ഒരു മാസം ഒന്ന് സമയം വേണം. കാരണം ഒന്ന് പ്ലാൻ ചെയ്തിട്ട്. കാരണം പല കാര്യങ്ങളും ഒരാൾ പോയിന്റ് ഔട്ട് ചെയ്യണം. അത് പലരും മൗനം പാലിക്കുന്നത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അജ്ഞാതമാണ് സത്യം പറഞ്ഞാൽ. അത് ഈ വേണ്ടാത്തത് തലവേരെടുത്ത് ചേച്ചി തലേ വെക്കല്ലേ എന്ന് പറയുന്നവരുണ്ട്. തള്ളെ ചുമ്മാ ഇരുന്ന് ട്രോളി പറഞ്ഞ് ചീത്ത കേൾക്കരുത് പറഞ്ഞവരുണ്ട്. അതൊക്കെ അവരുടെ അഭിപ്രായമാണ്, എൻ്റെ അഭിപ്രായമല്ല. എനിക്ക് എന്നോട് പറയുന്ന സ്ത്രീകൾ പറയുന്ന സങ്കടങ്ങളായിക്കോട്ടെ, അല്ലെ കുട്ടികൾ എന്തിനാ പറഞ്ഞത്, കോളേജ് കുട്ടികൾ പറയാറുണ്ടല്ലോ
തീർച്ചയായും. മേഡം അതിങ്ങനെയൊക്കെയാണ് കേട്ടോ മേഡം, ഒന്ന് വിദ്യാഭ്യാസ മന്ത്രിയോട് പറയണേ എന്നൊക്കെ പറഞ്ഞ് എത്രയോ പേരുണ്ട്. ഞാൻ പറയാം അതെ, ഞാൻ രാവിലെ സെക്രട്ടേറിയറ്റിൽ ഓരോ മന്ത്രിയെ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് തമാശ പറഞ്ഞവിടത്തേക്ക് പോവെങ്കിലും ഞാൻ വിചാരിക്കും എന്തിനാണ് ഈ ടെൻഷൻ ഇവർക്കൊക്കെ ഇതൊന്ന് പറയാൻ എന്ന് വിചാരിക്കും. അപ്പോൾ ആ ടെൻഷൻ ഒന്ന് ഒഴിവാക്കിയിട്ട് നിങ്ങൾ അറിയേണ്ട വ്യക്തികൾ അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നൊരു ബോധം പുതിയ തലമുറയ്ക്ക് വളർത്തുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ടായില്ല. അത് ഒത്തിരി പേർക്ക് ഒരു ആശ്വാസമാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലല്ല, എനിക്കും അത് തന്നെയാണ് പ്രതീക്ഷ. കാരണം ഞാൻ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം അയ്യോ മരിയ ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു സഹായത്തിന് ഒരാളുണ്ടായിരുന്നേനെ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അതിപ്പോൾ ഒന്ന് രണ്ട് സ്ഥലത്ത് അങ്ങനെ സംഭവിച്ചു. നടന്നപ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻസ് വിശ്വാസം വന്നത്. അയ്യോ ചേച്ചി പറയാൻ ശരിയായിട്ടാ ചേച്ചി, സോറി അത് ശ്രദ്ധിക്കാതെ വിട്ടുപോയതാ എന്ന് പറയാനുള്ള നല്ല മനസ്സുള്ള ഒരുപാട് പേര് നാട്ടിലുണ്ട്. അവരെ ഒന്നും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ നിലപാടുകളിൽ എപ്പോഴും ഉറച്ചു നിൽക്കുന്ന അയ്യോ അത് ഒരാൾ. വേണം. ഇവിടെ നിലപാടിൽ ഒട്ടും ഉറക്കാത്ത ചിലരുണ്ടായിരുന്നു. ഞാൻ അതിനെപ്പറ്റിയാണ് പേരൊന്നും പറയുന്നില്ല. അതിനെപ്പറ്റിയാണ് ഞാൻ ചോദിക്കാൻ വന്നതും. ആ അപ്പൊ ഈ റീസെന്റ് അമ്മ കൊടുത്തൊരു ഇന്റർവ്യൂല് അദ്ദേഹത്തിനെ പറ്റി ഇങ്ങനെ പരാമർശിച്ചു പോകുന്നുണ്ടായിരുന്നു. കുറച്ച് നാളായി ഇത് കൊടുത്തിട്ട്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഈ നിലപാടുകളില്ല എന്ന് അമ്മ ആരാണ് ഉദ്ദേശിക്കുന്നത്? പേര് പറ, നിങ്ങളൊക്കെ പറഞ്ഞാൽ മതി. അല്ല, അമ്മ തന്നെ ആ ഇന്റർവ്യൂല് പറഞ്ഞായിരുന്നല്ലോ, നമുക്ക് നമ്മളെ മുൻ ബിഗ് ബോസിലെ ഒരു വിജയി കൂടിയായിരുന്നു അദ്ദേഹം. നിലപാടുകളില്ല. ഞാൻ അദ്ദേഹത്തിനെ ആദ്യം അടുത്ത് പരിചയപ്പെടുന്നത് കൊട്ടാരക്കരയെ വെച്ചിട്ട് നമ്മുടെ ഫ്ലവേഴ്സിന്റെ ഒരു ഫംഗ്ഷൻ. അപ്പൊ അന്ന് ബിഗ് ബോസ് വിജയിയായിട്ട് അവിടെ വരുന്നു. അദ്ദേഹമുണ്ട്, ഭാര്യയുണ്ട്. വളരെ എനിക്ക് സന്തോഷം തോന്നി. ആളുകളുള്ള മിടുക്കനാണല്ലോ. ഞാൻ അദ്ദേഹത്തിനെ പ്രശംസിച്ച് തന്നെയാണ് ശരി പറഞ്ഞത്, ഇതുപോലെയുള്ള മിടുക്കരൊക്കെ വരണമെന്ന്. പക്ഷേ എൻ്റെ മകനെ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, പുള്ളിയുടെ ഓരോ പ്രവൃത്തിയിലും പുള്ളി സംസാരിക്കുന്നത് എനിക്കൊഴിച്ച് ബാക്കിയുള്ള ഈ ലോകത്തുള്ള എല്ലാവരും വിവരമില്ലാത്തവരാന്നുള്ളൊരു മട്ടിലുള്ള ഒരു ഈഗോ പുള്ളിക്കാരനുണ്ട്. ഒന്നാമത് നമ്പർ 1. നമ്പർ 2, അങ്ങനെ ഇരിക്കുമ്പോൾ കാണാം പൃഥ്വിരാജിനെ കുറിച്ച്. അതിപ്പോൾ പൃഥ്വിരാജ് വലിയ മഹാനാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ അത്രയും മണ്ടിയല്ല ഞാൻ. അപ്പോൾ എനിക്ക് കാര്യങ്ങൾ അറിയാം കുറച്ചുകൂടെ. ഒന്നില്ല ഞാൻ കുറേ കൂടെ എത്രയോ കൊല്ലം ലോകം കൂടുതൽ കണ്ടൊരു വ്യക്തിയല്ലേ. പക്ഷെ പുള്ളി പറഞ്ഞത്, ഇപ്പം പുള്ളി കോമാളിയാണെന്നോ പുള്ളി അഭിനയിക്കാറിയോ അതൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ സ്വന്തം ചേട്ടന് പോലും വേഷം കൊടുക്കാതെ എന്തിനാണ് മറ്റേ എന്നൊക്കെ പറഞ്ഞോണ്ട് വെച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇയാൾ ഇതെന്ത് ഒന്നും കാണുന്നില്ലേ. അത് കഴിഞ്ഞിട്ട് ലൂസിഫർ എന്ന് പറഞ്ഞ പടം എടുത്തു. സോറി, ബിഗ് ബ്രോഡാഡി എന്തിനാണ് ആ വേഷം അയാൾ ചെയ്തത്. എന്തൊരു വിട്ടിത്തരം. ഇപ്പം ആരുടെ പടമാണ് ബ്രോഡാഡി? ആന്റണി പെരുമ്പാവൂർ പൈസ മുടക്കി എടുത്ത പടം. മോഹൻലാലിന് ഭയങ്കരമായിട്ട് ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു പടം. അദ്ദേഹം പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നു. അതിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി രാജുവിൻ്റെ അടുത്ത് വരുമ്പോൾ അവർ പറയണം, രാജു ഈ വേഷം അത് രാജു ചെയ്യുന്ന നല്ലത്, നിങ്ങൾ കൂടെ ആകുമ്പോൾ നന്നായിരിക്കും. അത് ഓരോരുത്തരുടെ മാർക്കറ്റൊക്കെ വെച്ചിട്ടായിരിക്കും, എനിക്കറിയില്ലത്. അപ്പോൾ എൻ്റെ അടുത്ത് അവൻ വിളിച്ചു, അമ്മ ഞാനേ ഇങ്ങനെ പടം ചെയ്യാൻ പോവാം കേട്ടോ. അപ്പം ഞാൻ നന്നായി മോനെ, ഒരു നല്ലൊരു പടം. അത് വേറൊരിതാണല്ലോ, മറ്റേ സീരിയസ് അല്ല, കുറച്ച് തമാശ ഇഷ്ടമാണ്, നന്നായെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറയുവാ ആ വേഷം ഏതെങ്കിലും ചെറുപ്പക്കാരന് കൊടുത്തുള്ളൂ, അത് അഖിൽമാരാറും പൃഥ്വിരാജും കൂടെ ഉണ്ടോ തീരുമാനിക്കുന്നത്? അതെന്ത് ഇങ്ങനത്തെ മണ്ടത്തിലൊക്കെ പറയുന്നത്? അങ്ങനെ അത് പറയണം. അതെന്തുകൊണ്ട് ആന്റണി പെരുമ്പാവൂരും മോഹൻലാലും പൃഥ്വിരാജിനായിട്ടുള്ളത് അയാൾ ഡയറക്റ്റ് ചെയ്താൽ പോരെ? വേറെ അതെന്താ ചോദിക്കാൻ പേടി? മോഹൻലാലിനെ പേടിച്ചിട്ടാ ചോദിക്കാത്തത്. അത് തന്നെയാണ് കാരണം. അതുപോലെ അദ്ദേഹം വേറെ ഒരു വലിയ നായകന് വേണ്ടിയിട്ട് ഒരുപാട് ഇവിടെ കിടന്ന് സംസാരിക്കുന്നുണ്ട്. അയ്യോ കഷ്ടം, പാവം. എനിക്കതൊക്കെ അതെല്ലാം കഴിഞ്ഞ് പറഞ്ഞ് ചെയ്യുന്നതൊക്കെ കോമാളി വേഷം. ഇവൻ ആരാ അഭിനയിക്കാൻ അറിയാവൂ? പിന്നെ ഒരു പടം നമ്മൾ കണ്ടല്ലോ അല്ലേ പൊട്ട, അത്ര ഇപ്പം നല്ല അഭിനയം. ഇപ്പം മമ്മൂട്ടിയോ മോഹൻലാലോ രാജു ആ വേഷം ചെയ്ത് ശരിയായെന്ന് പറഞ്ഞാൽ ഞാൻ ശിരസാ വഹിക്കും ആ അഭിപ്രായം. കാരണം ഞാൻ അവരെ രണ്ടുപേരെയും ഞാൻ പല ഇൻ്റർവ്യൂവിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, മലയാള സിനിമയുടെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ ആലേഖനം ചെയ്യപ്പെടേണ്ട 2 വ്യക്തികളാണ് അവർ രണ്ടുപേരും. കാരണം അവരത്രയും അധ്വാനിച്ച് വന്നവരാണ്. തീർച്ചയായും ആദ്യത്തെ പടം പോലെ ഇവരൊക്കെ ഒന്നും അത്രയ്ക്ക് ആയിട്ടില്ലല്ലോ. അത്രയൊക്കെ ആകുമ്പോൾ അവർ എന്നേ ഞാൻ വിചാരിക്കുള്ളൂ. അല്ലാതെ എൻ്റെ മോനിപ്പോൾ നാളെ അയ്യോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കോമാളി വേഷം മാത്രം ചെയ്യുന്ന ഒരു നടനാണ് പൃഥ്വിരാജ് എന്ന് ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ല. ഇവനൊന്ന് പോയി ചെയ്യട്ടെ. പൃഥ്വിരാജ് ചെയ്തിരിക്കുന്നത്, ഞാൻ ആ പടത്തിൻ്റെ പേരുകളൊന്നും പറയുന്നില്ല, ഒന്ന് ചെയ്ത് കാണിക്കട്ടെ. അല്ല ഏതാണ്ട് ആണെന്നുള്ളൊരു മട്ടിൽ സ്വയം അങ്ങ് പറയുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ കുഞ്ഞിനെ അവൻ ഇത്രയും പരസ്യമായിട്ട് മൈക്കിൻ ലോബി എന്ന് പറഞ്ഞില്ലേ. സത്യം പറഞ്ഞാൽ അതൊക്കെയാണ് നമ്മൾ ദൈവത്തിൻ്റെ ഒപ്പം കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. ഒരു 6 മാസത്തിനുള്ളിൽ ഞാൻ പിന്നെ കാണുന്നത് കേരളം മുഴുവൻ ഇവനെ കോമാളിത്തെ വിളിച്ചുകൊണ്ട് സർവത്ര. അതാണ് ദൈവശിക്ഷ. ഇത് മോളും മനസ്സിലാക്കേണ്ട കാര്യമാണ്.
അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിയെ പറ്റി ചുമ്മാതെ അങ്ങ് അടിക്കരുത്. മൈക്ക് കിട്ടുമ്പോൾ ആളാവാനോ അല്ലെങ്കിൽ വേറെ വല്ലവൻ്റെ തോളത്ത് കൈവച്ച് വീട്ടിൽ ചെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേട്ടാ എന്നൊക്കെ ഇതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ അതല്ല ജീവിതം. അയാൾക്കുണ്ട് മക്കള്, അല്ലേ? തീർച്ചയായും. അപ്പം സൂക്ഷിക്കണം. ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നതാ, മോനെ ഈ പറഞ്ഞതിൻ്റെ കേട്ടാ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അമ്മ പറയും, അത് പോട്ടെ, അമ്മ ഇപ്പോൾ വയസ്സായി, നാളെ ഒക്കെ ചത്തുപോയാൽ ഒയ്യോ തള്ള പോയല്ലെന്നല്ലേ പറയുള്ളൂ. പക്ഷെ നിങ്ങൾ ആരുടെയും ഇതൊന്നും വാങ്ങിക്കണ്ട. അറിയാവുന്ന കാര്യങ്ങൾ പക്ഷേ പറയുമ്പോൾ അതിനകത്ത് കള്ളത്തരവും കൊണ്ടുവരരുത്. ആദ്യം മുതൽ സുഖേട്ടൻ പറഞ്ഞു കൊടുക്കുക അത് തന്നെയാണ് ഞാനും ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തത്. പറയാനുള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയുക, അതിനൊരു ഭയം വേണ്ട. പക്ഷേ നടക്കാത്ത കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴാണ് നമുക്കൊരു ടെൻഷൻ ഉള്ളിൽ, അയ്യോ ഞാനിങ്ങനെ പറഞ്ഞല്ലോ, അതങ്ങനെ സംഭവമേ ഇല്ല എന്ന് പറയുന്നതല്ലേ. ഇങ്ങേര് പിന്നെ ഏത് 4 മൈക്ക് കണ്ടാലും എന്തൊക്കെയാ പറയുന്നത്. അങ്ങ് ഈ അടുത്ത കാലത്ത് പ്രസവത്തിൻ്റെ കേസ്, ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, അമ്മേനെ സംബന്ധിച്ച ഇതുവാ പ്രസവിച്ച ചെയ്തിട്ട് പോയി 2 ഇടം കഴി അരി ഇടിക്കുമെന്നോ. അരി കുത്തുന്നു പോയിട്ട്. പണ്ട് കാലത്തുള്ള ആളുകൾ പ്രസവിച്ച അതല്ല പുള്ളി പറഞ്ഞ പാചകം അങ്ങനെയല്ല. പ്രസവിച്ചേച്ച് പോയി 2 ഇടം കഴി അരി ഇടിച്ചു വെച്ചേച്ചു എന്ന് പറഞ്ഞാൽ പ്രസവം കഴിഞ്ഞ് നേരെ പോയി ഇടിച്ചെന്നോ. അയ്യോ എന്നാ അദ്ദേഹത്തിൻ്റെ ഭാര്യ അങ്ങനെ ചെയ്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. പണ്ട് കാലത്ത് സ്ത്രീകൾ അങ്ങനെ ചെയ്തു എന്നാണ് അദ്ദേഹം പരാമർശിക്കുന്നത്. പാവം, അത്രയേ ഉള്ളൂ. അതിന് കൂടുതലൊന്നും ഞാൻ പറയണ്ടല്ലോ. അത്രേ അറിവ് പുള്ളിക്ക്. അപ്പോൾ അടുത്തിരുന്ന് ഭാര്യ ചിലപ്പം പറഞ്ഞു കൊടുത്ത് കളഞ്ഞ് വിട്ടുതരം പറയാതെ ചേട്ടാന്ന് പറയുമെന്ന് എനിക്കറിയത്തില്ല. അല്ലാതെ പ്രസവം കഴിഞ്ഞ് മറ്റേ ലേബർ കോട്ടിൽ നിന്ന് നേരെ വിട്ട് അരി എവിടെ ഞാൻ ഇടിച്ച് ചെയ്യാൻ പോട്ടെന്ന് പറയുന്ന പോലെ അതൊക്കെ അതുപോലെ അതിന്റെ കൂടെ പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പൊ ഹോസ്പിറ്റലുകൾ വന്നതിന് ശേഷമാണ് പ്രസവം ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയ, നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പ്രസവം. എന്താന്ന് ആലോചിച്ച് നോക്ക്. 5-ാം മാസം തൊട്ട് ചില കോംപ്ലിക്കേഷൻസ് കാണുമ്പോൾ ഇപ്പൊ പല കുഞ്ഞുങ്ങളും രക്ഷപ്പെടുന്നത് അപ്പം തൊട്ടുള്ള ഡോക്ടേഴ്സിന്റെ ഒബ്സർവേഷൻ കൊണ്ടും അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു കെയർ കൊടുക്കുന്നതുകൊണ്ടും ഒക്കെയാണ്. ഇതൊന്നും ഈ കൊച്ചിന് അറിഞ്ഞുകൂടെ? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക എന്തോ എന്താ ഇത്, അതോ ഇനി ചുമ്മാ ഒരു സബ്ജക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഏതിനെങ്കിലും കിട്ടുമ്പോൾ ചിലർക്ക് അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ പറയുന്നതിലോട്ട് ഇപ്പോൾ സാധനത്ത് ചെയ്യുന്നു, ഞാൻ ഇപ്പോൾ ഈ സാമുദായികമായിട്ടുള്ള പരിഗണന വെച്ച് നോക്കുമ്പോൾ ഈ അന്തരീക്ഷത്തെ വെച്ച് ചുമ്മാ അങ്ങടിക്കും. അങ്ങനെ പുള്ളി ഈ വാക്കുകൾ വെച്ച് അമ്മാനമാടാനുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് എന്തെങ്കിലും അറിയാതെ പറഞ്ഞു പോകുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും പുള്ളി വാ തുറന്നാലും ഒരുപാട് മണ്ടത്തരങ്ങൾ പറയുന്നുണ്ടെന്നുള്ള അപ്പോൾ എനിക്ക് സമാധാനമായി. ഇയാളല്ലേ പണ്ട് എൻ്റെ മോനെ പറ്റി പറഞ്ഞത്, അത്രേ ഉള്ളല്ലേ, അയ്യോ പാവം പോട്ടെ, ഞാൻ അങ്ങ് വിട്ടു. ഒരു ട്രോള് കണക്കാക്കിയിട്ടുള്ളൂ. അതിപ്പോ പറയുമ്പോ അമ്മേനെ സംബന്ധിച്ച് അമ്മ ഒരു അമ്മ റോള് ചെയ്ത ആളാണ്, അമ്മായിയമ്മയാണ്, അതുപോലെ തന്നെ മോളാണ്. അപ്പൊ ഒരു സ്ത്രീനെ പറ്റി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോ പറയാൻ പാടില്ല. ദൈവമേ ഈശ്വര, എനിക്ക് 2 മരുമക്കൾ പ്രസവിക്കുമ്പോൾ 2 പേരുടെ ആ പ്രസവിക്കുന്നതിൻ്റെ അടുത്ത് ഞാനുണ്ട്. നമ്മൾ ദൈവത്തിനെ വിളിച്ച് നാമം ചെയ്യുകയാണ് പുറത്തിരുന്നിട്ടെ. ചിലപ്പോൾ ഒന്ന് സിസേറിയൻ ഞങ്ങൾ നോക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തൊരു ടെൻഷനാണെന്ന് ആലോചിച്ച്. എൻ്റെ ഇത്രയും വലിയ ഞാനിപ്പോൾ പറഞ്ഞ എൻ്റെ ചേട്ടൻ തന്നെ പറയാറുണ്ട്, പലപ്പോഴും ചില തലയുടെ പൊസിഷൻ മാറിപ്പോവുക, അപ്പോൾ ഒരു പ്രശ്നം വരും, ശ്വാസം അങ്ങനെ എന്തൊക്കെ സംഭവിക്കുന്നറിയോ. ചില ഹാർട്ടിന് വരെ പ്രോബ്ലം വരും ചില ഡെലിവറി കഴിയുമ്പോഴത്തേക്കും. അയ്യോ അതൊക്കെ ഇത് ഈ പുസ്തകം വായിക്കാറില്ല ഇങ്ങനെ. അത് ഇനി വല്ലവരും പറയുന്നത് കേട്ട് വാച പഠിക്കുന്നതാണോ എന്തോ എനിക്കറിയത്തില്ല. നമ്മളൊക്കെ പഠിച്ചു എനിക്കൊന്നും അറിഞ്ഞൂടെ. അപ്പം ഏതായാലും എൻ്റെ മോനെ അയാൾ ഇത്ര നിസ്സാരമായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കഷ്ടം, ഇവൻ ആരാ ഇത്. അല്ല, ഇത് പറയാനുള്ള അർഹതപ്പെട്ടവൻ പറയട്ടെ, അപ്പം നമ്മൾ അതിനൊരു വില കൊടുക്കാം. ഇത് പിന്നെ പടവും അഭിനയിച്ചിട്ടില്ല, പപ്പടവും ഇല്ല, ഏതാണ്ട് ഒരെണ്ണം ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞാൽ ഞാനൊന്നും ആ പടമൊന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. പിന്നെ ഞാൻ ഇതിൽ നിന്ന് അറിയുന്നത് പുള്ളി അഭിനയിച്ചെന്നോ ഡയറക്റ്റ് ചെയ്തെന്നോ ഒക്കെ. ഇത്തവണ ശരിക്കും ഇലക്ഷന് വന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഈ നിലപാടുകളിലെ മാറ്റം കൂടുതലും ആളുകൾ ശ്രദ്ധിക്കാൻ. എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയാ, നമ്മുടെ സാബു സാറുണ്ടല്ലോ, നമ്മുടെ പുതിയ പാർട്ടി, അതിന്റെ പേരെന്താണ്, അതെ കിഴക്ക് മറ്റേ കിഴക്കമ്പലം അല്ലേ, ആ കോൺസ്റ്റിറ്റ്യുവൻസി അല്ലേ അവരുടെ, 2020 അല്ല പാർട്ടി അല്ലേ, പിന്നെ കിഴക്കമ്പലത്തിലെ അദ്ദേഹത്തിന്റെ എത്രയോ ആൾക്കാർ ഞാൻ അതിൻ്റെയൊക്കെ അടുത്ത് പോകുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് സ്തുതിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരുപാട് പാവങ്ങൾക്ക് ജോലി ജോലി കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇദ്ദേഹത്തിന് എന്ത് പറ്റി, ഓടി നടന്ന് പെറുക്കിയെടുത്തതുപോലെ ഇവരെയൊക്കെ എടുത്തിട്ട് അത് കുറച്ചും കൂടെ ശ്രദ്ധിക്കാമായിരുന്നു. അത് ഞാൻ സത്യം പറയണം, ഞാൻ BJP-യോടും പറയുന്നതാണ്, BJP-യും വരണം. കാരണം ചില മനുഷ്യർക്ക് ഒരു പ്രൊട്ടക്ഷൻ അതാണെന്ന് തോന്നുമെങ്കിൽ വന്നോട്ടെ, നമുക്ക് സന്തോഷമേ ഉള്ളൂ. BJP വരുന്നതിലോ ആര് വന്നാലും എനിക്ക് അങ്ങനെ ഒരു വിരോധവും എനിക്ക് ഞാൻ എല്ലാവരുടെ പരിപാടിക്കും ഞാൻ പോകും, അത് സത്യമാണത്.
അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ പല പരിപാടികൾക്കും പലതിനും പോകുമ്പം ഒരു പക്ഷേ ഇമ്മീഡിയറ്റ് ആക്ഷൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയാണെന്ന്. ഞാൻ അത് പറഞ്ഞല്ലോ ശരിയല്ലോ, എന്താ അങ്ങനെ എന്ന് ചോദിച്ച 2 വ്യക്തികൾ, ഒന്ന് ശ്രീ കെ കരുണാകരനും, ഒന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി പിണറായി വിജയൻ സാർ. ഇമ്മീഡിയറ്റ് ആക്ഷനാണ്. അപ്പോൾ അവർക്കത് അറിയാമല്ലോ അല്ലേ? ഉം. അപ്പം ഞാൻ പറയുന്നതും അതാണ്. കാരണം ഈ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുമ്പോഴും ഇങ്ങനെ പാർട്ടിക്ക് വിധേയമായിട്ടൊക്കെ വേണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല BJPയുടെ തലപ്പത്തിരിക്കുന്നതിനൊക്കെ ഇവർ വലിയ മുന്തിയ സ്ഥാനാർത്ഥികളാണ് ഇങ്ങനെയൊക്കെ എന്നൊന്നും പറഞ്ഞു കാണുമെന്ന് എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. അങ്ങനെ പറയത്തില്ല. കാരണം രാജീവ് ചന്ദ്രശേഖർ എന്നും പറയുന്നത് നമ്മളൊന്നും വിചാരിക്കുന്ന പോലെ പാർട്ടിയെപ്പറ്റി മലയാളത്തിൽ പറയാൻ അദ്ദേഹത്തിന് വയ്യ. അദ്ദേഹം മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് നടന്ന ആളല്ലല്ലോ. അപ്പോൾ അതൊന്നും അല്ല ഒരു കുറ്റം. അതൊക്കെ ശത്രുക്കൾ പലതും പറയും. പക്ഷേ എവിടെയോ എന്തോ പാളി. അല്ലെങ്കിൽ ഇതിൽ നല്ല സ്ഥാനാർത്ഥികളെ കിട്ടും, അവർക്ക് തീർച്ചയായിട്ടും കിട്ടും. കാരണം വളരെ ആത്മാർത്ഥമായിട്ട് BJPയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് വലിയ വലിയ ആൾക്കാർ, നല്ല ബുദ്ധിയുള്ളവർ, സാഹിത്യകാരന്മാർ, അവരെല്ലാവരും എനിക്കറിയാം. അവരൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ പറയും സത്യമാണ്, കൊള്ളാം, ഇതൊക്കെ പറഞ്ഞാലും ശരി, ഞങ്ങളത് അവിടോട്ടൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് പ്രധാനമന്ത്രിക്ക് ഭയങ്കര പേര് എന്നൊക്കെ പറയുന്നവരുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിനെ കൊണ്ട് എവിടെ ജയിക്കുമെന്നാണ് ഇവർ വിചാരിച്ചത്? അല്ല, ഞാൻ തമാശയല്ല, ഞാൻ അങ്ങനെ പേഴ്സണലി കുറ്റപ്പെടുന്നില്ല. ഒരു ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോഴല്ലേ നമുക്ക് ഒരു പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ. ഇത് നിന്ന നാൾ തൊട്ട് സോഷ്യൽ മീഡിയ അടക്കം ആര് അയ്യേ 3-ാം സ്ഥാനം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ എല്ലാവരും ഇങ്ങനെ പറയുന്നത്, ഞാനും വിചാരിച്ചു. പിന്നെ നോക്കുമ്പോൾ അവരെ എതിർത്ത് നിൽക്കുന്നതൊക്കെ ഒരുപാട് രാഷ്ട്രീയ പാരമ്പര്യമുള്ള സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ അവരെയൊക്കെ മറികടന്ന് ഇന്നലെ വന്ന ഈ ഇപ്പോൾ മൈക്കിനകത്തൂടെ എന്തും വിളിച്ച് പറയുന്ന കുറേ ആൾക്ക് അതൊന്നും ശരിയാവില്ല. അതായത് മാരാര് ബാക്കി അഭിനയിക്കാൻ കൊള്ളാമായിരിക്കും, സംവിധാനം ചെയ്യാൻ കൊള്ളാമായിരിക്കും, എനിക്കറിയാം. പക്ഷേ ഈ പണിയൊക്കെ ചെയ്യാതെ അന്തസ്സായിട്ട് മാറി അയാൾക്ക് അറിയാവുന്ന പണി വല്ലതും ചെയ്യട്ടെ. ഇപ്പം നാളെ ഇനി ഇന്ത്യ പ്രധാനമന്ത്രി ആയാലും നമുക്കൊരു വിരോധവും ഇല്ല. കുറേ കൂടെ വിവരം വെക്കണം, അതൊരു അപേക്ഷയാണ്. ഓക്കെ. ഇപ്പം നമ്മൾ ഇത്രയും നേരം സീരിയസ് ആയിട്ട് അമ്മയുടെ കരിയറും അല്ലെങ്കിൽ ഈ പൊളിറ്റിക്സ് റിലേറ്റ് ചെയ്ത് സംസാരിച്ചു. അമ്മയ്ക്ക് അധികം ക്ലോസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ഇപ്പം മിസ് ചെയ്യുന്ന ഒരാളാണ് സുകുമാരൻ സാർ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് 27 അത് എൻ്റെ മരണം വരെയുണ്ട്. 27 വർഷമായി. എനിക്ക് എൻ്റെ കൂടെ ഈ പറഞ്ഞതിനോട് മക്കളില്ലാത്തത് പ്രശ്നം. പക്ഷെ കൊച്ചുമക്കളെ കണ്ടില്ലേ എനിക്ക് സങ്കടമാണ്. ഞാൻ കൂടെ കൂടെ ചോദിക്കും എന്നാ സ്കൂൾ അടയ്ക്കുന്നതെന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. തിരുവനന്തപുരത്താണെങ്കിൽ ഇവിടെ വരുമ്പോഴും ഞാൻ ചോദിക്കും. അതേ ഉള്ളൂ. അല്ലാതെ ഇപ്പം മക്കള് എല്ലാ ദിവസവും മിക്കവാറും ഫോണിൽ സംസാരിക്കും, ലൈവ് കാണും. അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് അവരുടെ ഒരു ആബ്സെൻസ്, പിന്നെ വയ്യായ്മ വരുമ്പോൾ തോന്നും അയ്യോ ഈശ്വര തട്ടിപ്പോകുമ്പോഴെങ്കിലും ഇതുങ്ങളൊക്കെ ഇവിടെ എന്നൊക്കെ വിചാരിച്ചു. വിളിച്ച ഉടനെ ഓടി വരുന്ന മക്കളാണല്ലേ. അയ്യോ എൻ്റെ ദൈവമേ, എൻ്റെ മുട്ടിനകത്ത് ഒരു ചെറിയ സർജറി, അതാണ് എനിക്ക് ഈ പടി കയറാനുള്ള ചെറിയ പ്രയാസം. അപ്പോൾ അതിന് ഒരു 2-3 മാസം കൂടെ മരുന്നൊന്നും കഴിക്കേണ്ട, ഫിസിയോതെറാപ്പി മതി എന്നാണ് എൻ്റെ ചേട്ടനടക്കമുള്ളവരുടെ അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പക്ഷെ കുറച്ച് ബെറ്റർ. ഇപ്പം എനിക്ക് നടക്കുന്നതിലല്ല, എനിക്ക് ഈ ഒരുപാട് കുഴിഞ്ഞ കസേരയിൽ വലിയ സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്സ് കയറുകയൊക്കെ ചെയ്യുമ്പോൾ. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ എപ്പോഴും പറയും. കാരണം കൊച്ചുമക്കൾ അത് ഇത് എല്ലാവരും ഒക്കെ ഉണ്ട്. അപ്പോൾ പലപ്പോഴും ഞാൻ എൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ എൻ്റെ ദുഃഖങ്ങളോ ഞാൻ വീണ്ടും ഒന്ന് റിവൈൻഡ് ചെയ്ത് ചിന്തിക്കുന്നത് ഞാൻ രാത്രി കിടക്കാൻ പോകുമ്പോഴാണ്. പിള്ളേരുടെ മുമ്പ് ഞാൻ ഭയങ്കര ഉത്സാഹമായിട്ട് അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ പോലെ നിന്ന് തുള്ളിച്ചാടും. അത് കൊച്ചുമക്കളാണെങ്കിൽ കുറച്ച് കൂടുതലും കാണിക്കും ഞാൻ. അവർക്ക് വലിയ കാര്യമാണ്. അത് എനിക്ക് ഏറ്റവും ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ഇന്ദ്രൻ്റെ 2ാമത്തെ മോള് നക്ഷത്രം. മറ്റുള്ള ഇച്ചിരി കോളേജ് കുമാരിയായി പോയി. മൂത്തയാൾ പാട്ട് ഭയങ്കര അയ്യോ തന്നെ പാട്ട് ഉണ്ടാക്കുക ഒക്കെ ഉണ്ട്. പിന്നെ അലങ്കൃത. ഇവർ 2 പേരുമാണ് ഡാഡ എന്ന് പറഞ്ഞുകൊണ്ട് രാജുവിൻ്റെ അടുത്ത് എൻ്റെ കാര്യം പറയുന്നത് അലങ്കൃത. ഇവളും അതെ. അപ്പം നക്ഷത്രം ഭയങ്കര കുറെ കൂടെ സംസാരിക്കാറൊക്കെ ആയല്ലോ, 12ാം ക്ലാസ്സിലായി. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് അവൾ സംസാരിക്കും ചില കാര്യങ്ങൾ. അപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ചിരിക്കും. ഞാൻ അപ്പോഴൊക്കെ വിചാരിക്കും അയ്യോ പുത്തച്ഛനും കൂടെ വേണ്ടതായിരുന്നു. കാരണം സുഖേട്ടൻ അങ്ങനെ കൊച്ചുകുട്ടികൾ കറക്റ്റായിട്ടൊരു കാര്യം ഒബ്സർവ് ചെയ്ത് സംസാരിക്കുന്നതൊക്കെ വലിയ ഇഷ്ടമാണ്. ഇന്ദ്രനെ രാജുവിനെയൊക്കെ ആ തരത്തിലായിരുന്നു. അതൊക്കെ അവർക്ക് ഉണ്ടായിട്ടുള്ള ചില ഗുണങ്ങളും അവരുടെ ഒരു എന്തെങ്കിലും എവിടെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാനുള്ള ഒരു ധൈര്യം, അതെല്ലാം സുഖേട്ടൻ്റെ അതിലൊന്നും എനിക്ക് ഒരു പങ്കുമില്ല. വിളിച്ചിരുത്തി പഠിപ്പിക്കും പല കാര്യങ്ങളും. ഇവിടെ വാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ. അല്ല, പക്ഷേ ഇങ്ങനത്തെ ഈ ട്രോളന്മാരെ ഒന്നും മൈൻഡ് ചെയ്യത്തില്ല. എന്തെങ്കിലുമൊക്കെ പറയും.
അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ മക്കളെ ആരും ഏത് മഹാൻ പറഞ്ഞാലും സത്യം പറയുക, ഈ പറഞ്ഞവരുടെയൊക്കെ ജനപിന്തുണ ഇപ്പൊ നമ്മൾ കണ്ടല്ലോ കണ്ടു അല്ലേ? അതെ അതെ അതാണ് ഞാൻ വിളിക്കുന്ന ദൈവങ്ങൾ. സത്യം പറയാം, എന്തെല്ലാം പറഞ്ഞാലും ശരി, ഈ നിലപാടുകൾ മാറ്റി 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 ഈ കണ്ടത്തിൽ നിന്ന് അങ്ങേ കണ്ടത്തിലോട്ട് മറുകണ്ടം ചാടി 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 നടക്കുന്നവരെ അവരത് വിചാരിക്കുന്നില്ല. അവർ കാണുന്ന ഒരു എലൈറ്റ് ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസിനെയാണ്. അതല്ല ഇവിടെ വോട്ട്. സാധാരണക്കാരന്മാരുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, അയ്യോ ഇന്നാര് വരണം ഇന്നാര് വരണം എന്നൊക്കെ പറഞ്ഞൊരു സാധാരണക്കാര് റോഡ് സൈഡിൽ നിന്ന് വർത്താനം പറയുന്നവര്, ഡെയിലി അധ്വാനിച്ച് കുടുംബം നോക്കുന്ന ഓട്ടോറിക്ഷ ഓടിക്കുന്നവര്, അവരെ അങ്ങനെ ഒരു വലിയ ജനവിഭാഗത്തിന്റെ വോട്ടിലാണ് സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത്. അല്ലാതെ കുറെ സിനിമാക്കാരുടെ തോളത്ത് കൈ വിട്ടുകൊണ്ട് ഫോട്ടോ എടുത്താലൊന്നും ഇവിടെ ഒന്നും ജയിക്കത്തൊന്നുമില്ല. എന്താണ് ഇത് പറഞ്ഞത്? അല്ലെങ്കിൽ വലിയ കുറെ ആൾക്കാരുടെ കൂടെ പുറകിൽ നിന്ന് ഇങ്ങനെ എത്തി എത്തി നോക്കി, ഇതൊന്നും അല്ല കുഞ്ഞെ ജീവിതം എന്നൊക്കെ പറയുന്നത്.